ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന് വന്ദനം. നമുക്കിന്നും കർത്താവിന്റെ ഒരുമിച്ച് കൂടുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തെ ഞാൻ നന്ദിയോടെ ദിവസത്തിൽ ഓർക്കുന്നു. സ്വാഗതം. കടന്നു വന്ന എല്ലാവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ തുടർന്ന് ഇന്ന് രാത്രി ചിന്തിക്കാനായി താല്പര്യമുണ്ട്. പലപ്പോഴും ഇടയ്ക്കൊക്കെ ചില ആളുകൾ വരാതിരിക്കും, പിന്നെ വരികയും ചെയ്യുമ്പോൾ ഈ കണ്ടിന്യൂറ്റി കിട്ടാതെ വരുന്നതുകൊണ്ടാണ് ചിലപ്പം വെട്ടി ചെയ്തു വരുന്നത്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം മറക്കല്ല. നമ്മുടെ ഓവറോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അനാദി നിർണയമാണ്. അനാദി നിർണയം അനാദിയിലെടുത്താൽ ആദിക്കും മുമ്പെടുത്താൽ ആ അനാദി നിർണയം ദൈവസഭയാണ്. അപ്പോൾ ദൈവസഭ എന്നുള്ള ആ ലക്ഷ്യത്തിൽ എത്തുക എന്നതാണ് ചരിത്രത്തിലൂടെയുള്ള ദൈവിക പരിപാടിയുടെ അർത്ഥം. സ്തോത്രം. അപ്പോൾ അനാദിയിൽ ആ നിർണയം എടുത്തു കഴിഞ്ഞ് ആദി മുതൽ നടക്കുന്നതെല്ലാം ഈ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുകളാണ്. അത്രയും മനസ്സിൽ വന്നതെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അപ്പോൾ ആദിയിൽ സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചു. ഇന്നലെ ഞാൻ ആ കാര്യത്തെ കുറിച്ച് പറഞ്ഞു. മുമ്പ് സ്വർഗം ഇല്ല. അപ്പോൾ ദൈവം എവിടെ ആയിരുന്നൊക്കെ ഉള്ളത് ഞാൻ ഇന്നലെ രാത്രി മറുപടി പറയുകയുണ്ടായി. സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ ദൈവം. സ്തോത്രം. ആ ദൈവം തന്റെ സാന്നിധ്യം സദാ വെളിപ്പെടുത്താൻ തെരഞ്ഞെടുത്ത് സൃഷ്ടിച്ച സ്ഥലമാണ് സ്വർഗം. ഭൂമി സ്വർഗത്തോടൊപ്പം സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇന്നത്തെ പോലെ അല്ല. അനുഗ്രഹിക്കപ്പെട്ടതിനായിരുന്നു ഭൂമിക്ക്. ഈ അധപ്പതനത്തിലേക്ക് ഭൂമി ഒന്ന് വന്നിരിക്കുക. ഇത് അധപ്പതിച്ചുകൊണ്ടിരിക്കുക. ഇനി ദൈവം ഇതിനെ ഉദ്ധരിക്കും. സ്തോത്രം. ഭൂമി പൊട്ടി പിളർന്നു. സമുദ്രമില്ലായിരുന്ന ഒരവസ്ഥയായിരുന്നു ഭൂമിക്ക്. ഭൂമിയുടെ നടുക്ക് വലിയ ജലതടാകം. ആ ജലതടാകങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന നീരൊഴുക്കുകൾ 24-ാം സങ്കീർത്തനത്തിൽ അതിനെക്കുറിച്ച് കാണുന്നുണ്ട്. അവിടെ ഭൂമിയും അതിന്റെ പൂർണ്ണതയും പൊതുവും അതിന്റെ നിവാസവും യഹോവയ്ക്കുള്ളതാണ്. സമുദ്രങ്ങളുടെ മേൽ അവനതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവനതിനെ ഉറപ്പിച്ചു. ഈ ഭൂമിയുടെ ഉള്ളിൽ വലിയ സമുദ്രങ്ങൾ എന്ന് തന്നെ തിരുവഴുത്ത് വിശേഷിപ്പിക്കത്തക്കുള്ള വലിയ ജലശേഖരങ്ങൾ ഉണ്ടായിരുന്നു. വെള്ളത്തിന്റെ വലിയ തടാകങ്ങൾ അല്ലെങ്കിൽ സമുദ്രമെന്ന് തന്നെ തിരുവഴുത്ത് പറഞ്ഞിരിക്കുന്നത്. അവ പരസ്പരം ബന്ധിപ്പിക്കുന്ന ശക്തിയേറിയ നീരൊഴുക്കുകൾ. ആ നീരൊഴുക്കുകളിലെ സമ്മർദ്ദം കൊണ്ട് വെള്ളം കിനിഞ്ഞു പൊങ്ങി മൺകുടത്തിൽ വെള്ളം വെച്ചിരുന്നാൽ അതിന്റെ ഉപരിതലം ഈർപ്പമുള്ളതായിരിക്കുന്നത് പോലെ ഭൂമിയുടെ ഉപരിതലം ഈർപ്പമുള്ളതായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 6-7 വാക്യങ്ങളുള്ളത് വായിക്കുന്നുണ്ട്. ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി നിലമൊക്കെയും നനച്ചു വന്നു. അതുപോലെ നമ്മൾ എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായില്ല. അതുവരെ മഴയില്ല. 2000 കൊല്ലം കഴിഞ്ഞ മഴ എന്ന് പറയുന്നത് പാപത്തിന്റെ ഫലമായ ശാപത്തിന്റെ ഒരടയാളമാണ് മഴ. മറക്കരുത്. സ്തോത്രം. ഇടയ്ക്ക് ഒരു ചെറിയ കാര്യം കൂടെ ചേർത്ത് പറഞ്ഞോട്ടെ. പരിശുദ്ധാത്മാവിനെ തിരുവഴുത്തിൽ മഴയോട് ഉപമിച്ചിട്ടില്ല. മുൻമഴ പിന്മഴ എന്നൊരാശയം നമ്മുടെ ഇടയിൽ ഇപ്പൊ കടന്നു വന്നിട്ടുണ്ട്. മുൻമഴ പിന്മഴ എന്നൊരാശയം വന്നിട്ട് വലിയൊരു ഉണർവുണ്ടാകുമെന്നൊരു ചിന്ത ഇല്ലേ? അങ്ങനെയില്ലേ? വലിയൊരു ഉണർവുണ്ടായിട്ട് കർത്താവ് വരികയുള്ളൂ എന്നൊരു ചിന്ത ഈ അടുത്ത സമയത്തായി ചില പാട്ടുകളിലൂടെ ഒക്കെ നമ്മളത് അത് വളരെ കോമൺ ആയിരിക്കുകയാണ്. വേദപുസ്തകം നമ്മളെ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഞാനിവിടെ പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഓടി വിളിക്കാൻ പോവല്ല. നിങ്ങളുടെ ആവശ്യപ്പെട്ടാൽ വിശദീകരണം തരാൻ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പിന്മഴ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ സന്ദർശന കാലമാണ്. പിന്മഴ. മഴയെന്ന് പറയുന്നത് പാപത്തിന്റെ ഫലമായ ശാപത്തിന്റെ അടയാളമാണ്. അത് ഭൂമിക്ക് ഇന്ന് അധപ്പതനത്തിന് കാരണമല്ല. ബൈബിളിൽ നമ്മൾ എടുക്കുന്ന മറ്റുള്ള ആളുകൾ എടുക്കുന്ന വാക്യം യാക്കോബിന്റെ ഒരു വാക്യമാണ്. ഏതാ? പിന്മഴ മുൻമഴ ഉണ്ടെന്നുള്ളൊരു വാക്യം എടുക്കുന്നത്. 10-ാം അധ്യായം 1-ാം വാക്യം. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്കായി അപേക്ഷിക്കും. വായിക്കണം. പ്രവാചക പുസ്തകം വായിച്ചു കൊടുക്കാൻ വായിക്കും.
പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പീൻ, യഹോവ മിന്നൽപ്പണ ഉണ്ടാക്കുന്നുവല്ലോ. അവൻ അവർക്ക് വയലിലെ ഏത് സസ്യത്തിനും വേണ്ടി മാറി പേച്ചു കൊടുക്കും. ഗ്രഹബിംബങ്ങൾ വൃക്ഷാത്വം സംസാരിക്കുകയും ലക്ഷണം പറയുന്നവർ വ്യാജം ദർശിച്ച് വ്യക്തസ്വപ്നം പ്രസ്താവിച്ച്. സമയം കുറവാണ്. നിങ്ങൾ ലഭിക്കുന്നതിന്റെ 9-ാം അധ്യായം 10-ാം അധ്യായം ചേർത്തൊന്ന് വായിക്കണം. ഇസ്രായേലിനോടുള്ള സന്ദർശനത്തെ കുറിച്ചാണ് പറയുന്നത്. ഇസ്രായേലിനോടുള്ള സന്ദർശനമാണ്. അതിനോട് 9-ാം അധ്യായം 10-ാം അധ്യായം ചേർത്ത് വായിക്കണം. അപ്പോൾ പീഡന കാലത്തിൽ ദൈവം ഇസ്രായേലിനെ പ്രത്യേകം സന്ദർശിച്ച്, പീഡനകാലത്തിൽ ദൈവം ഇസ്രായേലിനോട് പ്രത്യേക നിലയിൽ പീഡനത്തിലൂടെ ഇടപെട്ട് അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കും. അവരിരുന്ന് ലേവി ഗോത്രത്തെ പൊന്നുപോലെയും വെള്ളി പോലെയും ശുദ്ധീകരിക്കും. അലക്കുകാരന്റെ ക്ഷാരവെള്ളം പോലെ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കും. ശോധനയിലൂടെ കടത്തിവിടും. അങ്ങനെ അവരെ ശുദ്ധീകരിക്കുന്നതിനെ സംബന്ധിച്ചാണ് അവിടെ പറയുന്നത്. ഈ യാക്കോബിന്റെ 5-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിച്ചാണ്. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിക്കുകയും കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. നിങ്ങൾ ദീർഘക്ഷമയോടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുകയല്ലോ. മതിയല്ലോ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാത്തിരിക്കുക എന്ന ആശയമാണ്. കൃഷിക്കാരൻ എന്തിനുവേണ്ടി കാത്തിരിക്കുന്നു? മുൻമഴയ്ക്കും പിന്മഴയ്ക്കും വേണ്ടി കാത്തിരിക്കുന്നു. ഇപ്പോൾ ഇവര് പറയുന്ന അടിസ്ഥാനത്തിലാണെങ്കിൽ മുൻമഴ എന്ന പെന്തക്കോസ്ത് ദിവസത്തെ അത് കഴിഞ്ഞ സന്ദർഭത്തിലാണ് യാക്കോബ് എഴുതുന്നത്. അപ്പൊ യാക്കോബ് പറയുമ്പോൾ എന്തിനു കാത്തിരിക്കാൻ? മുൻമഴയ്ക്കും പിന്മഴയ്ക്കും വേണ്ടി കാത്തിരിക്കുന്നു. ആരെ? കൃഷിക്കാരൻ ക്ഷമയോടെ കാത്തിരിക്കുക. ഓർത്ത് നോക്കണം. വയലെല്ലാം ഒരുക്കിയിട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. മഴ പെയ്യാൻ കാത്തിരിക്കുക. മഴ പെയ്യാൻ കാത്തിരിക്കുമ്പോ മഴ പെയ്യും. വിത്ത് വാരി എറിയുക നിലത്തിലേക്ക്. വിത്ത് വാരി നിലത്തിലേക്ക് എറിയുക. എന്നിട്ട് പിന്നെ കാത്തിരിക്കുക. മഴ ഇന്നത്തെ പോലെ ജലസേചനവും ഇറിഗേഷനും ഒന്നും ഇല്ലാത്ത കാലം. ദീർഘക്ഷമയോടെ കൃഷിക്കാരൻ കാത്തിരിക്കുന്നത് പോലെ നിങ്ങളും കർത്താവിന്റെ പ്രത്യക്ഷത്തിന് വേണ്ടി കാത്തിരിപ്പീൻ. സ്തോത്രം. അതാണ് അവിടുത്തെ ആശയം. സ്തോത്രം. അല്ലാതെ നിങ്ങൾക്കൊരു വലിയ പിൻവഴി ഉണ്ടാകുമെന്നല്ല. ഇനി അത് പറഞ്ഞപ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് ശരിക്കും എന്നോട് ദേഷ്യം വരാനാണ് സാധ്യത. സ്തോത്രം. വിശദീകരണം തരേണ്ട ആവശ്യമുണ്ടല്ലോ. ഇങ്ങനെ സൂചിപ്പിച്ചു പോയതുകൊണ്ട് ഇച്ചിരി കാര്യം കൂടെ പറയാം. അതായത് ഇത് പറഞ്ഞല്ലോ, മുൻമഴ പിന്മഴ എന്ന ആശയം കർത്താവിന്റെ വരവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറയരുത്. സ്തോത്രം. ഇനി കർത്താവിന്റെ വരവിന് മുമ്പ് വലിയൊരു ഉണർവുണ്ടാകുമെന്ന് ചിന്തിക്കരുത്. വേദപുസ്തകം അങ്ങനെ പറയുന്നില്ല. വായിച്ച് ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം 8-ാം വാക്യം. ലൂക്കോസ് 18-8. വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമെന്ന് കർത്താവ് പറഞ്ഞു. കേട്ടോ? മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസത്യാഗം. കർത്താവിന്റെ വരവ് തൊട്ട് മുമ്പ് എന്താ? വിശ്വാസത്യാഗം. പറയാം. ശരി. അന്ത്യകാലത്ത് സകലത്തിൽ എന്റെ ആത്മാവിന്. അപ്പൊ അന്ത്യകാലം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നന്നായി ചോദിക്കുന്നത് നന്നായി. സ്തോത്രം. വായിച്ചാട്ടെ. പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 17-17 വാക്യങ്ങൾ. പ്രവൃത്തി 2:16-17. Acts of the Apostles, chapter 2, verses 16 and 17. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം ചെയ്തതാകുന്നു. അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. താങ്ക് യു ബ്രദർ. ഈ പെന്തക്കോസ്ത് ദിവസം കാത്തിരുന്ന 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇറങ്ങി. അവർ അന്യഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ 15 ഭാഷക്കാരുടെ ലിസ്റ്റ് അവിടെ ഉണ്ട്. അതായത് യഹൂദന്മാർ ലോകത്തെ നാനാഭാഗത്തും ചിതറിയിരിക്കുകയായിരുന്നു. നാനാഭാഗത്തും ചിതറിയിരിക്കുന്ന യഹൂദന്മാർ പെസഹ ആചരിക്കാനായി യെരുശലേമിൽ വരണം എന്നുള്ള നിയമപ്രകാരം, വ്യവസ്ഥ പ്രകാരം അവർ യെരുശലേമിൽ വന്നിരിക്കാം. 15 ഭാഷക്കാർ ഇസ്രായേൽക്കാർ അവിടെ ഉണ്ട്. അവരെല്ലാം ഈ വലിയ കൊടുമുഴക്കമുണ്ടായപ്പോൾ ഓടി മാളി മുറിയിൽ കൂടിയപ്പോൾ ഈ 120 പേര് വിവിധ ഭാഷകൾ സംസാരിക്കുക. വിവിധ ഭാഷകൾ സംസാരിക്കുമ്പോൾ ഇവര് ശ്രദ്ധിച്ചപ്പോൾ കുറെ പേർക്ക് 15 ഭാഷക്കാർക്ക് ഇവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ സംസാരിക്കുന്നത് മനസ്സിലായി. അപ്പോൾ 15-ലധികം ഭാഷക്കാർ ഉണ്ടായിരുന്നത് കൊണ്ട് ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലായില്ല.
അവര് പറയാൻ തുടങ്ങി ഇവരെല്ലാം ലഹരിച്ചാണ്, കളിയാക്കാൻ തുടങ്ങി. അവർ പരിഹസിച്ചപ്പോൾ പരിഹസിക്കുന്ന വാക്കുകൾ ഉച്ചത്തിലായിരുന്നുണ്ടെങ്കിൽ പത്രോസിന്റെ ചെവി വരെ അതെത്തി. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടി എഴുന്നേറ്റ് വന്നു. അവരോട് പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങൾ വിചാരിക്കുന്നത് ഇവരാരും മദ്യപിച്ചവരല്ല. രാവിലെ 3 മണി നേരമല്ലേ ആയുള്ളൂ. നമ്മുടെ കണക്കനുസരിച്ച് രാവിലെ 9 മണി. രാവിലെ 9 മണിയല്ലേ ആയുള്ളോ. 9 മണിക്ക് കുടിച്ച് ഓടയെ കിടക്കുന്നവരാരും ഇല്ലല്ലോ. വൈകിട്ടല്ലേ മദ്യപന്മാർ രാത്രിയിൽ മദ്യപിക്കുന്നു. അതുകൊണ്ട് ഇവരാരും മദ്യപിച്ചവർ അല്ല. പിന്നെയോ ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന്റെ നിവൃത്തിയാ. എന്താ യോവേൽ പ്രവാചകൻ പറഞ്ഞത്? യോവേൽ പ്രവാചകൻ പറഞ്ഞു, അന്ത്യകാലത്ത് സഹചരത്തിനുമല്ലേ എന്റെ. അപ്പൊ അന്ത്യകാലത്ത് നടക്കുമെന്ന് പറഞ്ഞാൽ ഈ നടക്കുമെന്ന് പറഞ്ഞാൽ അന്ത്യകാലം എവിടെ തുടങ്ങി? നിങ്ങളുടെ കൂടെ ഉണ്ടേ. അപ്പൊ പെന്തക്കോസ്ത് ദിവസം ഏത് കാലഘട്ടത്തിൽ ഉൾപ്പെട്ടതാ? അന്ത്യകാലത്തിൽ ഉൾപ്പെട്ടതാ. തോട്ടം അന്ത്യകാലം എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. വായിച്ചാട്ടെ, എബ്രായർ 1:1-2. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്തെ പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തു. അന്ത്യകാലം എന്ന് പറഞ്ഞാൽ എവിടെ? പുത്രൻ മുഖാന്തരം ദൈവം തന്റെ അരുളപ്പാടുകൾ തരുന്ന സമയമാണ് ഏത്? അന്ത്യകാലം. ഞാൻ വ്യക്തമാക്കി തരാം. ഇനി എടുത്താട്ടെ 1 പത്രോസ് 1:20. 1 പത്രോസ് 1:20. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയിക്കപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെടുന്നവനുമാവുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുക, അന്ത്യകാലത്ത് കർത്താവ് വെളിപ്പെട്ടെന്ന്. അപ്പോൾ കർത്താവിന്റെ വെളിപ്പാടിന്റെ സമയം, കർത്താവ് ഇവിടെ വന്ന സമയം, ദൈവം തന്റെ അരുളപ്പാട് പുത്രൻ മുഖാന്തരം തന്ന സമയം, അതാണ് അതിനോട് അടുത്താണല്ലോ പരിശുദ്ധാത്മാവിനെ പകർന്ന സമയം. അവിടം മുതൽ അന്ത്യകാലം തുടങ്ങി. യേശുക്രിസ്തുവിന്റെ മരണത്തോടുകൂടെ ദർശനത്തിലൂടെ ഒരു യുഗം തുടങ്ങാതെ. അതെ, അതാണ് അന്ത്യകാലം. ഞാൻ വ്യക്തമാക്കി തരാം. കേട്ടെ, ഒരു കുഴപ്പമില്ല, വ്യക്തമാക്കി തരാം. പിന്നെ ന്യായമായി വരുന്ന എല്ലാ സംശയവും ചോദിക്കുകയും വേണം. യേശുക്രിസ്തു ഇവിടെ വന്നത് കാലത്തിന്റെ തികവിങ്കല. വായിച്ചാട്ടെ, ഗലാത്യർ 4:4. ആദ്യപാഠത്തിൽ ലോകത്തിന്റെ എന്നാൽ കാലസമ്പൂർണത വന്നപ്പോ, അങ്ങനല്ലേ? അതുപോലെ അതെ, 4:4. എന്നാൽ കാലസമ്പൂർണ്ണ വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അപ്പോൾ കാലസമ്പൂർണതയിലാണ് കർത്താവ് വന്നത്. അതുപോലെ മർക്കോസ് 1:15 കർത്താവ് പറയുകയാണ് ശുശ്രൂഷയുടെ ആരംഭത്തിൽ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പൊ കാലം തികഞ്ഞു. യേശുക്രിസ്തു വന്നത് കാലത്തിന്റെ തികവിങ്കല. കാലം തികഞ്ഞപ്പോൾ വന്നു, സമയമായി. അപ്പോഴാണ് കർത്താവ് വന്നത്. അതിനുശേഷമുള്ള സമയം കൃപയുടെ സമയമാണ്. അപ്പോൾ അന്ത്യകാലമെന്നും കൃപായുഗമെന്നും സഭായുഗമെന്നും പറയുന്നത് ഒന്നാണ്. അന്ത്യകാലം, കൃപായുഗം, സഭായുഗം, ഇതൊന്നാണ്. അതിന് ദൈവം തന്നെ കരുണയിൽ 20 നൂറ്റാണ്ട് ദൈർഘ്യം തന്നു. വളരെ ദീർഘമായി പറയേണ്ട കാര്യമാണ്, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഞാൻ കൂടുതൽ വ്യക്തമാക്കി തരാം. അതായത് കൃപ എന്ന് പറഞ്ഞാൽ എന്താ? അർഹതയില്ലാത്തവർ ചൊരിയുന്ന ദാനമാണ് കൃപ. സമയം കഴിഞ്ഞ അധികാരി ഔദാര്യത്തിൽ അർഹതയില്ലാത്ത ഒരു ഔദാര്യം ചെയ്ത് കൊടുക്കുന്നതാണ് കൃപ. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ വീടും പറമ്പും കോപ്പറേറ്റീവ് ബാങ്കിൽ പണയം വെച്ച് ബാങ്കിൽ നിന്ന് ഒരു തുക എടുത്തു സങ്കല്പിക്കുക. വെറും സങ്കല്പം, നിങ്ങളെ അധികം ബാധിക്കുന്ന കാര്യമല്ല, നാട്ടിലെ പാവപ്പെട്ടവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഞങ്ങളുടെ പോലെ ആളുകളുടെ കാര്യം. എന്നിട്ട് ഒരു 10-20 ഗഡുവൊക്കെ തിരിച്ചടച്ചു. അടച്ചു കഴിഞ്ഞപ്പോഴാണ് വീട്ടിലൊരാൾ ഓപ്പറേഷനായി, അല്ലെങ്കിൽ റബ്ബറിന് വിലയിടിഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി ഉണ്ടായി, തിരിച്ചടക്കാൻ പറ്റില്ല.
ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നു. ബാങ്കിലെ കറാശല്ലേ, കോപ്പറേറ്റീവ് ബാങ്കല്ലേ, എനിക്കും ഉണ്ടല്ലോ 50 ഷെയർ. അത് കഴിഞ്ഞു. പിന്നെ വന്നു, ബാങ്കിലെ കറാശ നടി വേറെ കിട്ടിയില്ല. പിന്നെ വെച്ചാൽ പറയാം, കുറെ കഴിഞ്ഞു രജിസ്റ്റർ ചെയ്ത് എടുത്താൽ ബാങ്കിലെ കാര്യമില്ലേ, നമുക്ക് പിന്നെ ചെയ്യാം, നമ്മുടെ കൂടെ അല്ലേ ബാങ്ക്. അത് കഴിഞ്ഞു. ഒരു ദിവസം കോടതിയിൽ നിന്നൊരു സമൻസ് വന്നു. ബാങ്കിന്റെ കാര്യത്തിലാണ്. അത് പിന്നെ പോകാന്ന് വെച്ചു. അതിന് പിന്നെ ഗൗരവം കൊടുത്തില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം ഒരു പോലീസുകാരനൊരു കിത്താപ്പൊക്കെയാണ് വീട്ടിലോട്ട് കയറി വരുന്നു. വൈകിട്ട് ഇന്നാരുടെ വീടാണോ? ആണല്ലോ. എന്നാ സാറേ? ഇന്നാരാണോ? ആണല്ലോ. എന്നാ ഇങ്ങോട്ട് നോക്കിട്ട് എന്നാ സാറേ? ഒപ്പിടറോ മനുഷ്യ, അല്ല തൂക്കിടുന്ന കാര്യമൊന്നുമല്ലോ. ഒപ്പിടിച്ചു. എന്നിട്ട് അവർ കയ്യിലോട്ട് വന്നു. ഇപ്പോഴും നമ്മളെ നിറയ്ക്കാൻ തുടങ്ങി. എന്താ സാറേ വിവരം പറ? ഇടും, അതെ ബാങ്കിൽ നിന്ന് കാശൊക്കെ എടുത്താൽ തിരിച്ചടക്കണം. ബാങ്കിലെ കാര്യമാണ്. അത് ശരിയാ, ഇങ്ങനെ കുറെ ദിവസങ്ങളായിട്ട് കർണാടക വരുന്നുണ്ട്. കാര്യമൊക്കെ ശരിയാ. സമൻസ് വന്നിട്ട് നിങ്ങൾ പോയില്ല. അത് എക്സ് പാർട്ടി വിധിയായി. നാളെ ഉച്ചയ്ക്ക് ലേല. സത്യം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചോണ്ട് ഞങ്ങളായിട്ട് ഒരു പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളായിട്ട് കൂടെ ഒന്ന് അറിയിച്ചേക്കാന്ന് വേണ്ടി ഞാൻ വന്നതേ ഉള്ളൂ. വീട്ടു സാമാനങ്ങളൊക്കെ കെട്ടി മാറ്റി അതെങ്കിലും രക്ഷിക്കാം എന്ന് പറഞ്ഞ് നേരം പോയി. ഓടി ബാക്ക് ദിവസം വീട്ടോട്, എന്റെ സാറേ, എന്റെ നാടാണ്, എന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാനോട്ട്. അത് നിങ്ങളതൊന്ന് പോട്ടെന്ന് വിചാരിച്ച് ബാങ്കിനെ തോന്നുന്നു കോടതി സമൻസ് നിങ്ങളൊന്നും പോയില്ല. അതുകൊണ്ട് എക്സ്പാർട്ടി വിധിയായി പറയുന്നത് നാളെ ലേലം വന്നല്ലോ. അയ്യോ സാറേ അങ്ങനെയൊക്കെ പറയാതെ നിങ്ങൾക്ക് നിസ്സാരമായിട്ട്. അപ്പൊ ഞാനെന്തോ ചെയ്യാനാ? നിങ്ങൾ നേരത്തെ ചെയ്യണ്ടായിരുന്നു. ഇപ്പൊ ഇനി എന്ത് ചെയ്യാനാ? അതിനൊരു കാര്യം ചെയ്യും. ഒരു മിടുക്കം വക്കീലിനെ കൊണ്ട് ഒരു ചെറിയ സത്യവാങ്മൂലം ചെയ്ത് തയ്യാറാക്കി കോടതിയിൽ നിന്ന് കൊടുത്താൽ ചിലപ്പോൾ ഒരു ഇടവേള തരും. ഒന്ന് ചെയ്ത് നോക്കാം. ഒരു വക്കീലിന്റെ പേരും അഡ്രസ്സും ഒക്കെ പറഞ്ഞു. അദ്ദേഹം ഒന്ന് വിളിച്ച് പറഞ്ഞു. നമ്മൾ ഓടി ആ വക്കീൽ അത് ചെയ്യുന്നു. വിവരം പറഞ്ഞു. അപ്പം വക്കീല്, മിടുക്കനായ വക്കീല് പഴുതില്ലാത്തൊരു സത്യവാങ്മൂലം തയ്യാറാക്കി കോടതിയിൽ രാവിലെ അങ്ങ് സമർപ്പിച്ചു. കോടതി കൂടിയപ്പോൾ തന്നെ അത് പരിഗണനയ്ക്ക് എടുത്തു. കോടതി പരിശോധിച്ചപ്പോൾ പഴുതില്ലാത്തൊരു സത്യവാങ്മൂലമാണ്. നിങ്ങളെ പ്രതികൂട്ടോട് വിളിച്ച് നിങ്ങൾ വന്ന് ഒച്ചാനിച്ച് നിൽക്കുക. ജഡ്ജിക്ക് നിങ്ങളുടെ ഔദാര്യം തോന്നി. നിങ്ങൾ അടച്ചേക്കോ? അയാൾക്ക് ഔദാര്യം തോന്നി, കരുണ തോന്നി. ആകട്ടെ ഒരു ചെറിയ ഇടവേള അനുവദിച്ചിരിക്കുന്നു എന്ന് ജഡ്ജി വിധി പറഞ്ഞാൽ അങ്ങനെ അധികാരി തന്റെ ഔദാര്യത്തിൽ അനുവദിച്ചു തന്ന ആ ഇടവേളയ്ക്ക് പറയുന്ന പേരാണ് ഗ്രേസ് പീരിയഡ്, അല്ലെങ്കിൽ കൃപയുടെ കാലം. ഐ ഹോപ്പ് യു ആർ വിത്ത് മീ. ഇത് തന്നെയാണ് നമ്മൾ ഇപ്പൊ വന്നിരിക്കുന്ന സമയം. കാലം തികഞ്ഞപ്പോഴാ കർത്താവ് ഇവിടെ വന്നത്. കാലം തികവെങ്കിൽ കർത്താവ് വന്നു. ദൈവരാജ്യം സ്ഥാപിക്കാൻ ഇവിടെ വന്നു. സ്തോത്രം. അവൻ രാജാവായി ഇവിടെ എഴുന്നള്ളി. ക്രിസ്തു മരിക്കുമ്പോഴാണ് ഒരു യുഗം വീഴുന്നത്. ക്രിസ്തു ജനിച്ചപ്പോഴേ ഒരു യുഗം തുടങ്ങുകയാണ്. ഞാൻ പറയാം, ഇത് പറഞ്ഞു നിർത്തോമേ, പറയാം, കേൾക്കണേ. ദൈവരാജ്യ സ്ഥാപനത്തിനായി കർത്താവ് ഇവിടെ വന്നു. ദൈവരാജ്യം സ്ഥാപിക്കാൻ അഭിഷിക്തനായി ഇവിടെ വന്നെങ്കിലും അവൻ നീതിയുടെ രാജാവായതിനാൽ അന്ന് എന്റെ കർത്താവ് ഇവിടെ തന്റെ രാജ്യം സ്ഥാപിച്ചാൽ ഒരൊറ്റ വ്യക്തി പോലും ഒരു രാജ്യത്തെ അവകാശിയാകില്ല, പ്രജയാകില്ല. കാര്യം എന്താ? നീതിയുടെ രാജാവ് എന്ന നിലയിൽ മുഴുവൻ പേരെ നിഗ്രഹിക്കണം. പാപം ചെയ്യുന്ന ദേഹി 101 സങ്കീർത്തന്റെ ഒടുവിലത്തെ വാക്യം, അവർ രാജ്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യം എടുത്തുകൊണ്ട് വായിച്ചേക്കണേ പ്ലീസ്. 101 സങ്കീർത്തന്റെ ഒടുവിലത്തെ വാക്യം. യഹോവയുടെ നഗരത്തിൽ നിന്ന് സകല ദുഷ്പ്രവൃത്തിക്കാരെയും ഛേദിച്ചു കളയേണ്ടതിന് ദേശത്തിലെ ദുഷ്ടന്മാരൊക്കെ ഞാൻ രാവിലെ തോറും നശിപ്പിക്കും. രാവിലെ തോറും ദേശത്തെ ദുഷ്ടന്മാരെ നശിപ്പിക്കും. 1000 ആണ്ട് വാഴ്ച നടക്കും. നമ്മൾ ഇനി അതിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ വരെ വരണം. ദേശത്തെ ദുഷ്ടന്മാരെ രാവിലെ തോറും നശിപ്പിക്കും. 1000 ആണ്ട് വാഴ്ച. ഒറ്റ ദുഷ്ടന് പോലും എന്റെ കർത്താവിന്റെ രാജ്യത്ത് ഒരു പകൽ പോലും ജീവിച്ചിരിക്കാൻ ഒക്കെയില്ല. ഒരു പകൽ പോലും ജീവിച്ചിരിക്കാൻ ഒക്കെയില്ല. അതാണ് സെഫനിയാവിന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ വന്ന് രാവിലെ തന്റെ നീതി തെറ്റാതെ വെളിച്ചമാകും. അപ്പോൾ ഇത്ര നീതിയുള്ള ഭരണം അന്ന് എന്റെ കർത്താവ് ഇവിടെ സ്ഥാപിച്ചിരുന്നെങ്കിൽ ആരവന്റെ രാജ്യത്തെ പ്രജയാകും? ആരുമില്ല. എന്നാൽ ദൈവരാജ്യ സ്ഥാപനത്തിലുള്ള സമയമായെങ്കിലും
തന്റെ ഔദാര്യത്തിൽ രാജാവ് പ്രജകളുടെ പാപം തന്റെ മേൽ ഏറ്റെടുത്ത് പ്രജകൾക്ക് പകരം ശിക്ഷ അനുഭവിച്ചിട്ട്, സ്തോത്രം, അതിന്റെ ആ നന്മ അനുഭവിക്കാൻ പ്രജകൾക്ക് നൽകിയിരിക്കുന്ന ഒരു ഇടവേളയാണിത്. സ്തോത്രം. ഒന്നുകൂടി വ്യക്തമാക്കാം. രാജാവാണെങ്കിൽ പ്രജകളുടെ കുറ്റത്തെക്കുറിച്ചൊരു ഉത്തരവാദിത്വമുണ്ട്. ഹിന്ദിക്കാർ പറയും അധികാരി ഹേത്തോ ജിമ്മേവാരി ഹി ഹേ. അധികാരിയാണെങ്കിൽ ജിമ്മേവാരിയുണ്ട്. ഇഫ് യു ആർ എ പേഴ്സൺ ഇൻ അതോറിറ്റി യു ഹാവ് റെസ്പോൺസിബിലിറ്റി ടു. അതുകൊണ്ടാണല്ലോ ഈ അടുത്ത സമയത്ത് ആവർത്തിച്ച് ഇവിടെ ട്രെയിൻ അപകടം ഉണ്ടായപ്പോൾ റെയിൽവേ മന്ത്രി രാജിവെച്ചു. നിങ്ങൾ എന്തിനാ രാജിവെച്ചത്? നിങ്ങളാണോ ട്രെയിൻ ഓടിച്ച? അല്ല. നിങ്ങളാണോ ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്ത? അല്ല. നിങ്ങളാണോ സിഗ്നൽ കാണിച്ച? അല്ല. പിന്നെ നിങ്ങൾ എന്തിനാ രാജിവെക്കുന്നത്? ഞാൻ രാജിവെക്കുന്നതോ എന്റെ ഭരണത്തിന് കീഴിലുള്ള ആളുകൾ ഗുരുതരമായി തെറ്റ് ചെയ്യുന്നു. നിയമപരമായി അവരെ മുഴുവൻ പേരെയും റെയിൽവേ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. എന്നാൽ അവരെ മുഴുവൻ പേരെയും പിരിച്ചുവിടുന്നതിന് പകരം അവരുടെ കുറ്റത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ഞാനങ്ങ് പിരിഞ്ഞു പോവുക. സ്തോത്രം. അധികാരിയാണെങ്കിൽ എന്തുകൊണ്ട്? ഉത്തരവാദിത്വമുണ്ട്. സ്തോത്രം. ലോകത്തെ നീതിയിൽ ഭരിക്കുവാൻ അഭിഷിക്തനായി ലോകത്തിൽ വന്ന എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ്, അവൻ അധികാരി എന്ന നിലയിൽ, രാജാവ് എന്ന നിലയിൽ എന്റെ കർത്താവ് ചെയ്ത ആദ്യത്തെ കാര്യമാണ് പ്രജകളുടെ കുറ്റത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രജകളുടെ മേൽ വിധിക്കപ്പെട്ട ന്യായമായ ശിക്ഷ രാജാവ് തന്നെ സഹിച്ചു. എന്നിട്ട് അവന്റെ രാജ്യത്തെ പ്രജയാകാൻ അങ്ങനെ വഴിയൊരുക്കിയിട്ട് അതിന്റെ നന്മ അനുഭവിക്കാൻ ഒരു ചെറിയ ഒരു ഇടവേള മനുഷ്യവർഗത്തിന് ശേഷിപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് കൃപായുഗം. കൃപായുഗം. ഹല്ലേലൂയ. ഇതിന് പറയുന്ന വേറൊരു വാക്കാണ് അന്ത്യകാലം. അതിന് മൂന്നാമത് നമുക്ക് പേര് പറയാം, അഭായുഗം. യേശുക്രിസ്തു ഇനി യുഗത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. അത് 7 യുഗങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ കൂടുതൽ വ്യക്തമാക്കാം. എങ്കിലും യേശു വന്നത് ന്യായപ്രമാണത്തിന്റെ ഒടുവിലുള്ള ഘട്ടത്തിലാണ്. കർത്താവിന്റെ പരശുശ്രൂഷ ആരംഭം ന്യായപ്രമാണ പ്രവാചകനായ യോഹന്നാൻ വരെ. സ്തോത്രം. അത് കഴിഞ്ഞ് കൃപായുഗത്തിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ കാൽവരി ബലിയോടുകൂടിയാണ്. സ്തോത്രം. ആ 3.5 വർഷക്കാലത്തെ പരസ്യ ശുശ്രൂഷ മശിഹൈക കാലം എന്ന് പറയാം. യുഗം പഠിക്കുമ്പോൾ അതൊരു പ്രത്യേക കാലമാണ്. സ്തോത്രം. അതുകൊണ്ട് അതിനിടയ്ക്കുള്ള ഒരു പ്രത്യേക സ്ഥലം നമുക്ക് ഈ പഠിച്ചു വരുന്ന കൂട്ടത്തിൽ ഞാൻ വിശദീകരിക്കാനായിട്ട് സമയം എടുക്കാം. അപ്പം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അന്ത്യകാലം എന്ന് പറഞ്ഞാൽ കൃപായുഗത്തിന് മൊത്തം പറയുന്ന പേരാ അന്ത്യകാലം. തിരക്കിന്റെ സമയമായി. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ആ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കാം. സപ്പോസ് യു ആർ ഡ്രൈവിംഗ്, വണ്ടി ഓടിച്ചു വരുമ്പോ ദൂരേന്ന് വരുമ്പോ at that traffic interjunction you see the green light on. Good. അടുത്ത് വരാറായപ്പോൾ പെട്ടെന്ന് മഞ്ഞയായി. മഞ്ഞയായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഏത് നിമിഷവും ചോപ്പാകാം. അപ്പൊ പച്ചയ്ക്കും ചോപ്പിനും ഇടയ്ക്ക് ഒരു മഞ്ഞ അനുവദിക്കുന്നത് എന്തിനാണ്? ഒന്നുകിൽ നീ വേഗം ക്ലിയർ ചെയ്ത് പൊക്കോ, അല്ലെങ്കിൽ വണ്ടി കൺട്രോൾ ചെയ്ത് നിർത്തിക്കോ. മനസ്സിലായില്ലേ? ഔദാര്യത്തിൽ അനുവദിക്കുന്ന ഒരു ഇടവേളയാണ് യെല്ലോ ലൈറ്റ്. സ്തോത്രം. ഇത് തന്നെയാണ് യുഗം, കൃപായുഗം. നമ്മളിത് നിസ്സാരമായിട്ട് എടുക്കുക. അതുകൊണ്ടാണ് കർത്താവിന്റെ വരവിന് കണക്ക് പറയരുത്. കണക്ക് പറയരുത്. കർത്താവ് എപ്പോൾ വരുമെന്നുള്ളതിനെ കുറിച്ച് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അനുവാദമില്ല. കേൾക്കണേ? മുമ്പേ ഞാൻ പറഞ്ഞ ഉദാഹരണം അനുസരിച്ച് ഞാൻ അത് വ്യക്തമാക്കാം.
കോടതിയിൽ നിന്ന് പ്രതിക്കൂട്ടിൽ നിന്നപ്പോ ജഡ്ജി പറഞ്ഞു ഒരു ചെറിയ ഇടവേള അനുവദിച്ചിരിക്കുന്നു പറഞ്ഞു. തോട് തൊഴുത് സന്തോഷത്തോടെ ഇറങ്ങി വരുമ്പോ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്. അവര് കോടതിക്ക് വളപ്പിന് പുറത്ത് നിൽക്കാം. എന്താ എന്തോ എടാ അനുവദിച്ചു. എന്നെ അനുവദിച്ചു? ഒരു 5 കൊല്ലം അനുവദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ വക്കീല് അവിടെ നിൽപ്പുണ്ടെങ്കിൽ ഒരു സാക്ഷി ഉൾപ്പെടെ ഈ വിവരം അങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലായില്ലേ? കോടതി അലക്ഷ്യത്തിന് കേസെടുക്കാം. അല്ല തിരിച്ചു പറഞ്ഞു തരികടോ അയാളെ ഹരിക്ക് വിളിച്ച് 3 ദിവസം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാലും കോടതി അധികാരത്തിൽ വെച്ചിരിക്കുന്ന സമയപരിധി കാര്യം ഈ വിധി പറഞ്ഞെങ്കിലും അതിന് ഡീറ്റെയിൽസ് അവർ പ്രിപ്പയർ ചെയ്ത് വരാൻ പോവുക. അപ്പൊ കോടതി അധികാരത്തിൽ വെച്ചിരിക്കുന്ന അധികാരി തന്റെ അധികാരത്തിൽ വെച്ചിരിക്കുന്ന തന്റെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിരിക്കുന്ന സമയത്തെ കുറിച്ച് പരിധി പറയാൻ അനുവാദമില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പിതാവ് തന്റെ അധികാരത്തിൽ വെച്ചിരിക്കുന്ന സമയങ്ങളെയും കാലങ്ങളെയും അറിയും നിങ്ങൾക്കുള്ളത്. കൃപായുഗത്തിന് കണക്ക് പറയരുത്. ഏത് നിമിഷവും കാഹളം ധ്വനിക്കാം. സ്തോത്രം. അതാണ് അന്ത്യകാലം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ആ പാട്ടൊക്കെ പറഞ്ഞാൽ ശരിക്കും പുസ്തകമായി ഒരു ബന്ധവുമില്ലാത്ത പാട്ടാണ്. ദേഷ്യാവും ഇപ്പൊ ശരിക്കും ദേഷ്യം വരട്ടെ എന്നെങ്കിലല്ലേ നമുക്ക് ശരിയാകാൻ എടുക്കുള്ളൂ. ആ പാട്ട് പാടുന്നത് എനിക്കൊന്നും സങ്കടം. ഞാൻ ഉള്ള വേദികളിൽ പാട്ട് സംഘങ്ങളെ പാടുന്നെങ്കിൽ അവർക്കറിയാം അത് പാടാറില്ല. അതിനകത്തൊരു ഭാഗം എന്താ? പിന്മഴ പെയ്യണം മാലിന്യം ഇത് മണവാട്ടിയാ പാടുന്നത്. മഴ പെയ്യുമ്പോ ഞാൻ കുളിക്കാം, അതുവരെ ഞാൻ ഈ വൃത്തികേടിനകത്തൊന്ന് രക്ഷിക്കണം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ആരെ ഇതൊക്കെ? ഇന്നിപ്പോ ആളുകൾ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രതീക്ഷയൊക്കെ പോയി. അതല്ലിപ്പോ നമ്മൾ കർത്താവെ വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ എന്നെ മറന്നുപോയി. നമ്മൾ അങ്ങ് പ്രാർത്ഥിക്കാറില്ല. ഇപ്പം അങ്ങേ അറ്റം പ്രാർത്ഥിച്ച കർത്താവെ ഉണമയക്കണേ. അതല്ലേ ഒരു മണവാട്ടിയെ സാരി ഇടിപ്പിച്ചോണ്ട് പോകാൻ ഒരു മണവാളിനും വരുന്നില്ല. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടി കല്യാണത്തെ. സ്തോത്രം. അന്ത്യകാലം ഇത്രയും 20 നൂറ്റാണ്ട് ദൈർഘ്യം നടന്നത് മഹാരാജാവിന്റെ ഔദാര്യമാണ്. സ്തോത്രം. അതാണ് 2 തിമോത്തി 3:1 പറയുമ്പോൾ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയാം. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും അജിതേന്ദ്രിയന്മാരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും സൽഗുണദോഷികളും ദ്രോഹികളും ഹാസ്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിലെ ശക്തി തിരിക്കുന്നവരായിരിക്കും. അന്ത്യകാലത്തെ ദുർഘട സമയത്തിന്റെ ലക്ഷണമാണ് പറയുന്നത്. വലിയ ഉണർവാകുമെന്നാണ് അവിടെ പറയുന്നത്. പിശാച് നമ്മുടെ മനസ്സ് കുരുടാക്കിയത്. എന്റെ കൂടെ ഉണ്ടോ ഇല്ലയോ? ഇനി വലിയ ഉണർവുണ്ടാവുമെന്ന് കാത്തിരിക്കരുത്. ഏത് സമയം കർത്താവിന്റെ കാഹളം ധ്വനിക്കാം. സ്തോത്രം. അല്ല, ഞാൻ ഇതൊന്നും പറയാൻ ഇന്നത്തെ എന്റെ ഷെഡ്യൂളിൽ ഞാൻ ഈ വിഷയം വിട്ട് ഓതുകയൊന്നും ചെയ്യാതിരിക്കാനായിട്ട് ഇന്ന് ഞാൻ എന്റെ ഷെഡ്യൂൾ കുറിച്ച ബുക്കൊക്കെ എടുത്തോണ്ടാ പോകുന്നത്. എന്നിട്ട് അവിടെ പോയി. ശ്രദ്ധിക്കണേ, മഴ 2000 കൊല്ലം കഴിഞ്ഞാണ് തുടങ്ങിയത്. നോഹിയുടെ പ്രളയകാലത്ത് അതാണല്ലോ സമുദ്രം ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ഗർഭത്തിൽ നിന്നെന്ന പോലെ ചാടി പുറപ്പെട്ടപ്പോൾ അതിനെ കഥകളാൽ അടച്ചവനാണ്. ഭൂമിയുടെ അന്തർഭാഗത്ത് ഈ വെള്ളം പുറത്തു കൂട്ടും. നോഹിയുടെ പ്രളയകാലത്ത് വരികയാണ്. മേളിൽ നിന്ന് വെള്ളം താഴോട്ട് ഒഴുക്കും. അതുകൊണ്ടാണ് വെള്ളത്തിനും മധ്യേ എന്തുണ്ടാക്കി? വിധാനമുണ്ടാക്കി. ഒരു ഭാഗം വെള്ളം മേളിൽ സ്റ്റോക്ക് ചെയ്തു. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നല്ലതെന്ന് ദൈവം കണ്ടുവെന്ന് അവിടെ പറഞ്ഞിട്ടില്ല.
ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിച്ചാൽ നല്ലതെന്ന് ദൈവം കണ്ടുവെന്ന് ആ വിധാനം ഉണ്ടാക്കിയെടുത്ത് പറഞ്ഞിട്ടില്ല. അതിന്റെ കാരണം ചെല്ലു പറയും ആകാശ വിധാനത്തിൽ പിശാചുകൾ കയറി ആസ്ഥാനം ഉറപ്പിക്കാൻ പോവുകയാണെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയാത്തത് എന്ന്. എന്നാൽ അതിനേക്കാൾ പാപം ചെയ്യുന്ന മനുഷ്യവർഗത്തിന് മേലോട്ട് ഒഴുക്കി വിടാൻ ശിക്ഷാവിധിക്കായി അവിടെ ശേഖരിച്ചതായതുകൊണ്ട് കുരുത്തക്കേട് കാണിച്ച് വീട്ടിൽ നിന്ന് 500 രൂപയൊക്കെ എടുത്തോണ്ട് 2 ദിവസത്തേക്ക് പുറപ്പെട്ടു പോയ ചെറുക്കൻ അവൻ മടങ്ങി വരുന്നെന്ന് അറിയുന്നു. എന്റെ അടുത്തുണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോ അപ്പൻ നല്ലൊരു ചൂരില് മേടിച്ച് അതെടുത്ത് ആ അലമാരുടെ മുകളിലോട്ട് ഇങ്ങനെ വെക്കുമ്പോ ആ അപ്പന്റെ മനസ്സിലെ ആ ഒരു ചിന്ത പോലെയാ, മനസ്സിലായില്ലേ? ആ മേളിൽ വെള്ളം അങ്ങോട്ട് സ്റ്റോക്ക് ചെയ്തപ്പോ അതിങ്ങോട്ട് ഒഴുക്കി വിടാനുള്ളതായതുകൊണ്ട് നല്ലതെന്ന് ദൈവം കണ്ടുവെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. ഈ നല്ലത് എന്നുള്ളത് ആപേക്ഷികമാണ്. ഒന്നിന് നല്ലത് റിലേറ്റീവ് ആണ്. തലമുടി തലയിരുന്ന നല്ലത്, ചോറുണ്ടും അതിനകത്ത് ഇടുന്നാൽ അതായിട്ട്. അപ്പോൾ ഒന്നിന് നല്ലത്. നല്ലത് എന്ന് പറയുമ്പോൾ ഓരോന്നും നല്ലത്, ഓരോന്നും സൃഷ്ടിച്ചിട്ട് നല്ലതെന്ന് ദൈവം കണ്ടു, നല്ലതെന്ന് ദൈവം കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യന് നല്ലതല്ല. താൻ സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യന് ഇത് നല്ലത്. അതുകൊണ്ട് ആ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടും നല്ലതെന്ന് ദൈവം കണ്ടുവെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇതൊക്കെ മനുഷ്യന് വേണ്ടിയാ സൃഷ്ടിച്ചത്. ഓരോന്നും കരുതലുള്ള ദൈവത്തിന്റെ ആ സ്നേഹമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സ്തോത്രം. സ്നേഹനിധിയായ ഒരമ്മ കൊച്ചു കുഞ്ഞിന് ബേബി ഫുഡ് ഉണ്ടാക്കുക, ബേബി ഫുഡും പാലും ഒക്കെ കൂടെ ചേർത്ത് ആ പ്രത്യേകമായ പഞ്ചസാരയിലേക്ക് അളവൊക്കെ ചേർത്ത് അവനിങ്ങനെ കിടന്ന് കുസ്തി ഉണ്ടാക്കുക. വിശക്കുന്നു കുട്ടി കിടന്ന് അലിച്ചു വിളിക്കുകയാണെങ്കിൽ പോലും അമ്മ എന്ത് ചെയ്യും? പിന്നെയും അത് അതിന്റെ ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റ് അളവിലൊക്കെ അങ്ങോട്ട് ചേർത്തിട്ട് ഇച്ചിരി എടുത്ത് ഒന്ന് രുചിച്ച് നോക്കും, പോരാ, ഇച്ചിരി പഞ്ചസാര ചേർത്തു, പിന്നെ ഒന്നോട് കുഴച്ചു, അപ്പം കട്ടിയായി പോയി. ഇച്ചിരി പാൽ കൂടെ ചേർത്ത് കുഴച്ചു. ഒടുവിൽ 2-3 പ്രാവശ്യം ടേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒടുവിൽ പറയും കൊള്ളാം, നല്ലത് എന്ന് പറഞ്ഞു വെച്ചാൽ അത് കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നത് പോലെ ദൈവത്തെ പിന്നെ അങ്ങനെ 2-3 പ്രാവശ്യം ഒന്നും ഇൻഗ്രീഡിയൻസ് ചേർക്കുകയും തിരുത്തുകയും ചെയ്തിട്ട് വന്നില്ല. ആദ്യം അത് സൃഷ്ടിക്കപ്പെട്ട് വന്നപ്പോഴും നല്ലത്. സ്തോത്രം. തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയത് നല്ലത് എന്ന് കണ്ട് അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് പോലെ സ്തോത്രം നമുക്ക് ആ പ്രസ്താവന അവിടെ കാണാൻ കഴിയും. സ്തോത്രം. നോക്കണേ, അങ്ങനെ നോക്കയുടെ പിള്ളയ കാലത്താണ് അത് പൊട്ടിപ്പിളർന്നതും ഭൂഖണ്ഡങ്ങൾ ചലിച്ചാകുന്നതും. അതോടുകൂടെയാണ് ഒരു ഭാഷയായിരുന്നത് പല ഭാഷയായിരുന്നു അവിടെ ബാബേലി വെച്ച. അതിനു മുമ്പ് ലോകമെല്ലാം ഒറ്റ ഭാഷയായിരുന്നു ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ലിംഗ്വിസ്റ്റിക്സില് അത് റീകൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ആ ഭാഷ എങ്ങനെ ഇരുന്നെന്ന് ഒരു കൃത്രിമമായ ഭാഷ ഇന്നുണ്ടാക്കി അതിന് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് എന്നാ പറയുന്നത്. ലോകത്തുള്ള എല്ലാ ഭാഷയും ഒരു ഭാഷയിൽ നിന്ന് വന്നതാണ്. ഒന്നുകിൽ ഒരു ഹാർഡനിങ്, അല്ലെങ്കിൽ ഒരു സോഫനിങ്, അല്ലെങ്കിൽ ഒരു ഇലോങ്കേഷൻ, അല്ലെങ്കിൽ ഒരു നെയ്സലൈസേഷൻ. ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളൂ. എല്ലാം ഒരു അമ്മ എന്നൊക്കെയുള്ള വാക്ക് മദർ, മാതാ, മേറ്റർ, മേറ്റർ, എല്ലാം ഒരേ ശബ്ദം, ഒരേ ശബ്ദം. ലോകത്തുള്ള എല്ലാ ഭാഷയിലും ഒരു ഭാഷയിൽ നിന്നാ വന്നത്. സ്തോത്രം. നമ്മുടെ ബേസിക് ആയിട്ട് എല്ലാം ഒന്ന് തന്നെയാണ്. ഞാൻ അങ്ങോട്ടൊക്കെ പോകുന്നില്ല. അത് എന്റെ സെക്രട്ടറി ലോകത്ത് എന്റെ ഫീൽഡ്. അത് പറയാൻ പറയുമ്പോൾ എനിക്ക് പിന്നെ അത് വിലയിലായി പോകും. വേദപുസ്തകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. ഒരു ഭാഷയിൽ നിന്നാണ് ലോകത്തുള്ള മുഴുവൻ ഭാഷകളും ഉണ്ടായി. സ്തോത്രം. അവിടെ മത്സരിച്ചവന്റെ മേൽ എങ്ങനെ മത്സരിച്ച ആളുകളുടെ മേൽ ദൈവത്തിന്റെ ശിക്ഷയായി ഭാഷ കലക്കിക്കളഞ്ഞു. ബാബേലിൽ നിന്ന് ചിതറിപ്പോയി. ദൈവം പറഞ്ഞത് എല്ലായിടത്തും ഭൂമി മുഴുവൻ പറയാനാണ് പറഞ്ഞത്. ഇവര് പറഞ്ഞു നമുക്ക് ചിതറരുത്, ഇവിടെ തന്നെ കൂടിയിരിക്കാം, വലിയൊരു ഗോപുരം കണ്ടാം. കാര്യം പൊട്ടിപ്പിളർന്ന് അകലുകയില്ലല്ലോ. നമ്മൾ പോയാൽ എവിടാണെന്ന് അറിയണമെങ്കിൽ വേറെ ആവാസം കൊടുത്തൊരു ഗോപുരം ഉണ്ടാക്കണം. അപ്പൊ എത്ര അകന്നു പോയാലും നമ്മൾ അവിടെ ചെല്ലാം, ഒരു ലാൻഡ് മാർക്കായിട്ട്. കാര്യം ഭൂമി പൊട്ടിപ്പിളർന്നപ്പോൾ അകന്നുകൊണ്ടിരിക്കുക. അതിനുവേണ്ടിയാണ് അവരിങ്ങനെ ഗോപുരം കെട്ടിയത്. മത്സരിച്ചത് കൊണ്ട് ദൈവം അവരുടെ ഭാഷ കൽപ്പിക്കാൻ. ഒരു കുടുംബക്കാരാ, ഒറ്റ കുടുംബക്കാരാ, മറ്റാരുമാണ്. പക്ഷെ ഒരാൾ പറഞ്ഞ് മറ്റേ ആൾ തിരിയുന്നില്ല. ഒന്നിച്ചിരിക്കാൻ മേലാത്തതുപോലെ ഭാഷ കലങ്ങിപ്പോയി. സ്തോത്രം. എന്നാൽ മത്സരികളുടെ ഭാഷ കലക്കി ചിതറിച്ച് കളഞ്ഞെങ്കിൽ ഭാഷയുടെ ഏകീഭാവം നമുക്ക് ഇവിടെ കാണാം. യെരൂശലേമിൽ കാണാം. 15 ഭാഷക്കാരെ അവിടെ കാണാം. ഒരുവൻ പറയുന്നത് വേറൊരുത്തർ മനസ്സിലാകുന്നു. പരിശുദ്ധാത്മാവ് ശക്തിയായി ഇറങ്ങിയപ്പോൾ സ്തോത്രം ഒരാൾ പറയുന്നത് മറ്റേ ആള് മനസ്സിലാകുന്നു.
അവിടെ ഒരു വീട്ടുകാരാണെങ്കിലും ഒരാൾ പറയുന്നത് മറ്റൊരാളെ മനസ്സിലാകാതിരുന്നപ്പോൾ ഇവിടെ വിവിധ ഭാഷക്കാർക്ക് പരസ്പരം മനസ്സിലാകത്തക്കതുപോലെ ഭാഷയുടെ ഏകീഭാവം അവിടെ ഉണ്ടായി എന്ന് പറയാം. വേദശാസ്ത്രികളിൽ ചില അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ബാബേലിലെ ശാപത്തിന്റെ ശാപമോക്ഷമാണ് യെരൂശലേമിലുണ്ടായതെന്ന്. സ്തോത്രം. നമുക്കത് മനസ്സിലാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. സ്തോത്രം. ആട്ടെ, ഞാൻ മുൻപോട്ട് പോകട്ടെ. ബാക്കി നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്തിന് തുടർച്ചയായിട്ട് ഇനി ഞാൻ അങ്ങനെ പോകാതെ അതിനകത്ത് തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ലൂസിഫർ പാപം ചെയ്തു, മത്സരിച്ചു. പാപത്തിന്റെ ഉറവിടം ലൂസിഫറാണ്. അത് ദൈവം സൃഷ്ടിച്ചതല്ല. ഇന്നലെ ഓർക്കുന്നുണ്ടേ പറഞ്ഞത്, പാപം പല ആളുകളും ചോദിക്കാറുണ്ട്, ദൈവമല്ലേ ലൂസിഫറിനെ സൃഷ്ടിച്ചത്? അപ്പൊ ലൂസിഫറെ സൃഷ്ടിച്ചപ്പോ ദൈവമല്ലേ ആത്യന്തികമായി പാപത്തിന്റെ കാരണക്കാരൻ? ദൈവമല്ലേ പാപത്തിന് സൃഷ്ടിച്ചത് ചോദിക്കുന്നവരെ കണ്ടിട്ടുണ്ട്? നോ, അല്ല. കാരണം പാപത്തിന് സ്വയമായ അസ്തിത്വമില്ല. സിൻ ഹാസ് നോ ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റി apart from something else. പാപത്തിന് മറ്റെന്തിനെങ്കിലും ആശ്രയിക്കാതെ ഒരു ഇൻഡിപെൻഡന്റ് സെപ്പറേറ്റ് എൻറ്റിറ്റി ഇല്ല. സ്തോത്രം. അപ്പോൾ ബാറ എന്ന പദമാണ് സൃഷ്ടിച്ചു എന്നതിന് ദൈവം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ബാറ എക്സ് നിഹിലോ, അല്ലെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കി, ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കി, ഒന്നുമില്ലായ്മയിൽ നിന്ന് എടുത്തു, ഉളവാക്കി. അതാണ് ബാറ. എന്നാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുന്നതിന്, ദൈവം ഉണ്ടാക്കുന്നതിന് ഒരു സെപ്പറേറ്റ് ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റി ഉണ്ട്. അതിന് സ്വന്തമായ, സ്വതന്ത്രമായ, അതിൻ്റെതായ തനതായ ഒരു അസ്തിത്വമുണ്ട്. എന്നാൽ പാപത്തിന് അങ്ങനെ ഒരു അസ്തിത്വം ഇല്ല. ഞാൻ എന്തെങ്കിലും ഉദാഹരണം പറഞ്ഞല്ലോ, ഒരു ഫാൻ കേടാകുമ്പോൾ ശബ്ദം കേൾക്കുന്നത് പോലെയാണ്. അകത്തെ കേട് ആ ശബ്ദം കൊണ്ട് വെളിപ്പെടുന്നത് പോലെ. സ്തോത്രം. അകത്തെ കുഴപ്പം പാപപ്രവൃത്തികളാൽ വെളിപ്പെടുകയാണ്. സ്തോത്രം. ഒരു രോഗം രോഗലക്ഷണങ്ങളാൽ തെളിയിക്കപ്പെടുന്നത് പോലെ അകത്തെ കുഴപ്പം പാപപ്രവൃത്തികളാൽ തെളിയിക്കപ്പെടുകയാണ്. രോഗലക്ഷണങ്ങൾക്ക് ചികിത്സിച്ചാൽ രോഗം മാറിയല്ല. ടൈഫോയിഡ് ആകുമ്പോൾ തലവേദനയും ഛർദിയും എല്ലാം ഉണ്ട്, ഓടിയോ ഡോക്ടറെ ചെന്നു, അത്യാവശ്യം അടുത്ത് പോകണം, ഈ അത്യാവശ്യം യോഗത്തിന് പോയി വെക്കൂ. ശരി, എന്തൊക്കെ അസുഖം? അയാൾ വലിയ പരിജ്ഞാനമില്ലാത്ത ആളാണെങ്കിൽ, MBBS കാരനാണെങ്കിൽ എന്താ ഛർദി, അതിന് ഒരു മരുന്ന് കുറിച്ചു. പനി പാരസെറ്റാമോൾ, പിന്നെ ശരീരനൊമ്പരം അതിനൊരെണ്ണം കുറിച്ചു. അവര് എല്ലാം കൂടി ഒരു പിടി ഗുളിക കുറിച്ചു തന്നു. എത്ര ലക്ഷണം പറഞ്ഞോ അത്രയും ലക്ഷണങ്ങൾക്ക് അത്രയും പിടി ഗുളിക കുറിച്ചു തന്നു. ശരി, നമ്മളിതെല്ലാം കൂടെ അങ്ങ് വിഴുങ്ങി 2 ഗ്ലാസ് വെള്ളവും കുടിച്ചു കഴിഞ്ഞപ്പോ ഇച്ചിരി കഴിയുമ്പോ രക്ഷപ്പെട്ടു. എന്നിട്ട് നമ്മൾ പോവുക. പക്ഷെ രോഗം മാറിയില്ല. തൽക്കാലത്തേക്ക് രോഗലക്ഷണങ്ങളൊന്ന് ഒതുങ്ങിയതേ ഉള്ളൂ. രോഗം കൂടുതൽ ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയാണ് പാപപ്രവൃത്തികളെ ആത്മനിയന്ത്രണം കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും സ്വയമായ ആത്മനിയന്ത്രണം കൊണ്ടൊക്കെ ഒതുക്കി വെച്ചാൽ പാപപരിഹാരം ആകുകയില്ല. അതെ, അതിനെക്കുറിച്ചൊക്കെ പിന്നെ കൂടുതൽ വിശദീകരിക്കാൻ താല്പര്യമുണ്ട്, മുമ്പോട്ട് പോകും. സ്തോത്രം. അങ്ങനെ ലൂസിഫർ പാപം ചെയ്തു. അതുകൊണ്ടാണ് പാപം എവിടെ കണ്ടാലും അതെന്റേതാണ് അവൻ പറയും. അതുകൊണ്ടാണ് അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവന് ഭോഷ്കിന്റെ അപ്പനാണ്. കള്ളം പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തവൻ പറയുക. സ്വന്തത്തിൽ നിന്ന്. യോഹന്നാൻ 8:44 നമ്മൾ ഇതിൽ വായിച്ചാണല്ലോ. സ്തോത്രം. ഭോഷ്കിന്റെ അപ്പനാണ്. എവിടെ തെറ്റ് കണ്ടാലും അതെന്റേതാണ് പറയും. അവന്റെ ചരക്കൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ അനുവദിക്കരുത്. സ്തോത്രം. അതെ, ചിലപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ദൈവം ലൂസിഫറിനെ ഇങ്ങനെ മത്സരിക്കാനൊക്കെ അനുവദിച്ചത്? ന്യായമായി നിങ്ങൾ സുവിശേഷം പറയുമ്പോ ചിന്തിക്കുന്ന ആരെങ്കിലും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ന്യായമായ ഉത്തരങ്ങൾ തന്നു പോകാനുള്ള ഒരു ആഗ്രഹം ഉണ്ട്. ശ്രദ്ധിക്കണേ, എന്തുകൊണ്ടാണ് ദൈവം ഇത് അനുവദിച്ചത്? മാത്രമല്ല, നമ്മളിങ്ങനെ ചിന്തിച്ചു വരുന്ന ആ ചിന്താ വിഷയം അനുസരിച്ചാണെങ്കിൽ സകലവും ദൈവസഭയുടെ രൂപീകരണത്തിന് വേണ്ടി അനുവദിച്ചതാണെന്ന് വന്നാൽ ലൂസിഫറിന്റെ മത്സരം ദൈവസഭയുടെ രൂപീകരണവുമായി എങ്ങനെ ബന്ധപ്പെടുത്തും? ഹൗ ഡു യു റിലേറ്റ് the rebellion of Lucifer and the advent of sin into the universe with the formation of the church? ഇതെങ്ങനെ റിലേറ്റ് ചെയ്യുന്നത്? ന്യായമായ ഒരു ചോദ്യമാണ്. പറയാം. സ്തോത്രം. ലൂസിഫറിന്റെ പാപം ദൈവം അനുവദിക്കുന്നത് മൂലം പല കാര്യങ്ങൾ സഭയുടെ രൂപീകരണത്തിന് വേണ്ടി ദൈവം അവിടെ ചെയ്യുകയാണ്. ഒന്നാമത്, ലൂസിഫറിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ
ജ്ഞാന സമ്പൂർണനായി സൃഷ്ടിച്ചു നമ്മൾ കാണുന്നുണ്ടല്ലോ. ജ്ഞാന സമ്പൂർണനായിട്ട് സൃഷ്ടിച്ചു. നമ്മുടെ വിചാരണയെ ഒരു വഴിയെ പോകുന്ന കൂത്തിപ്പട്ടിയോട് പെരുമാറുന്ന പോലെ ചിലപ്പോൾ പെരുമാറുന്നത് കേട്ടിട്ടുണ്ട് ആളുകൾ. അവനെ ആദരിക്കണമെന്നല്ല പറഞ്ഞത്, അവൻ ആരാണെന്നുള്ളത് പുസ്തകം പറയുന്നത് എന്താണെന്ന് നമ്മൾ അങ്ങ് അംഗീകരിച്ചേക്കണം. എന്നിട്ട് അവന് വലിയ ബഹുമാനവും സ്ഥാനവും പദവിയൊന്നും കൊടുക്കണ്ട. നമ്മൾ എന്ത് പറയുന്നതിന് ഒരു നിലവാരമൊക്കെ വേണം. ദൈവമക്കൾക്ക് നമ്മള് ചിലപ്പോ ഈ മൈക്കിന്റെ മുമ്പിലൊക്കെ നിന്നുകൊണ്ട് കൺവെൻഷനൊക്കെ പ്രാർത്ഥിക്കാൻ പറയുമ്പോഴത്തേന് ദേഷ്യമൊന്നും വരല്ലേ. ദേവദാസന്മാരൊക്കെ വന്ന് ദേശാധിപതിയെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റുന്നത് കേട്ടാൽ എന്റെ കർത്താവേ, ഈ മൈക്കിന്റെ ഡയഫ്രം ഒക്കെ ചിലപ്പോ പൊട്ടിപ്പോകും. മാത്രപോലെ നമുക്കൊരു നിലവാരമൊക്കെ ഉണ്ട്. അവനെ ശാസിക്കുമ്പം നമ്മുടെ ശബ്ദത്തിന്റെ ആപക്കം കൊണ്ട് ആ പിശാച് പോകുന്നത് ദയവായി തെറ്റിദ്ധരിക്കൽ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇതിനെ ശാസിക്കുമെന്ന് പറഞ്ഞാൽ മതി. അതിന് വലിയ ആയവും ബഹളവും ചുണ്ടൊക്കെ കൂടെ അകത്തോട്ട് പിടിച്ചു കയറ്റി വലിയ പ്ലോസീവ് സൗണ്ട് ഒന്നും ഉണ്ടാക്കിയൊന്നും വേണമല്ലേ. അത് നമ്മൾ പറയുന്നതിന്റെ പറയുന്ന ആ നാമത്തിന്റെ ഗൗരവമാണ് യേശുക്രിസ്തുവിന്റെ നാമം. അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ജ്ഞാന സമ്പൂർണനായി അവനെ അങ്ങനെ സൃഷ്ടിക്കുന്നതിന് അവൻ വീരാൻ അനുവദിക്കുന്നതിനും ദൈവത്തിന് ഉദ്ദേശമുണ്ട്. വായിച്ചാട്ട് വാക്യമെന്ന് പ്രോവർബ്സ് സദൃശവാക്യം 14-4 വാക്യം. പ്രോവർബ്സ് 16:4. യഹോവ സകലത്തെയും തന്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. കേട്ടോ, ദൈവം സകലത്തെയും തന്റെ ഉദ്ദേശത്തിനാണ് ഉണ്ടാക്കിയത്. ഉദ്ദേശം എന്നാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട്. ഇനി അനർത്ഥ ദിവസത്തിനായിട്ടുള്ളത് നമുക്ക് വിധിയെന്ന് പിന്നെ പറയാം. അപ്പോൾ അവനെ ദൈവം സൃഷ്ടിച്ച ജ്ഞാന സമ്പൂർണനായിട്ടാണ്. നമ്മൾ യെശയ്യാവിന്റെ പുസ്തകത്തിലൊക്കെ കണ്ടല്ലോ. യെശയ്യാ 14:28 നമ്മൾ ഇന്നലെ കണ്ടതാണ്. നീ മാതൃകാമുദ്രയാകുന്നു, നീ ജ്ഞാന സമ്പൂർണനാകുന്നു, നീ സൗന്ദര്യത്തിടമ്പ. വളരെ പദവിയും കൊടുത്ത ഇത്ര ജ്ഞാന സമ്പൂർണനായി ദൈവത്തിനെ സൃഷ്ടിച്ചിട്ടും അജ്ഞാനം കൊണ്ട് ദൈവത്തെ കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം ഒരുവൻ ഉണ്ടാകയില്ല എന്നുള്ളത് അതിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുക. ദൈവത്തെ അറിയുന്നത് ജ്ഞാനം കൊണ്ടല്ല, ദൈവത്തെ അറിയുന്നത് ദൈവത്തിന്റെ വെളിപ്പാട് കൊണ്ടാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദൈവത്തെ നമ്മൾ അറിയുന്നത് എങ്ങനെ? ജ്ഞാനമുള്ളത് കൊണ്ടല്ല, പിന്നെ ദൈവം തന്റെ വെളിപ്പാട് തരുന്നത് കൊണ്ടാണ്. വായിച്ചാട്ട് വാക്യം ഒന്ന് റോമാലേഖനം 1:19 വാക്യം. റോമാലേഖനം 1:19 വാക്യം. ദൈവത്തെ കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അറിയാകുന്നതെന്നാണ്, അറിയാൻ കഴിയുന്നത് ദൈവം അവർക്ക് വെളിവാക്കി. ദൈവം തന്നെ വെളിപ്പെടുത്താതെ നമുക്ക് ദൈവത്തെ കുറിച്ച് ഒന്നും ഗ്രഹിക്കുവാൻ കഴിയില്ല. To the extent that we can comprehend, God has revealed himself to us. The limitation is not in his revelation, but in our comprehension. നമുക്കത് ഉൾക്കൊള്ളാനുള്ള കഴിവിലാണ് പരിമിതി, ദൈവത്തിന്റെ വെളിപ്പാടിലല്ല. ദൈവത്തെ കുറിച്ച് അറിയാകുന്നത്, to the extent we can comprehend, God has revealed himself. അപ്പോൾ ദൈവം വെളിപ്പെടുത്താൻ എത്ര അറിവുള്ളവനായാലും സ്തോത്രം. അതാണ് ലൂസിഫർ ജ്ഞാന സമ്പൂർണനായിട്ടും അവന് ദൈവത്തെ കുറിച്ചുള്ള വ്യക്തമായ വെളിപ്പാട് ഉണ്ടായിരുന്നില്ല. സ്തോത്രം. നമ്മൾ ഇവിടെ പല കാര്യങ്ങളും ഗ്രഹിക്കാനുണ്ട്. സ്തോത്രം. പുസ്തകം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 1-2 വാക്യം വായിച്ചു. ഒരു വാക്യം ആദ്യം ഒന്ന് വായിച്ചാട്ടോ. കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 1-ാം അധ്യായം 20-21 വാക്യം ഒന്ന് വായിച്ചാണ്. 1 കൊരിന്ത്യർ. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിലെ ജ്ഞാനം ദൈവം പോഷകമാക്കിയില്ലയോ? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകജ്ഞാനത്താൽ ദൈവത്തെ അറിയായി കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ പോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. വളരെ നന്ദി. സ്തോത്രം. ആ ഭാഗമൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ആഴമായ വെളിപ്പാടുകളുള്ള ഭാഗമാണ്. കൊരിന്ത്യർക്ക് 1-ാം ലേഖനം. ദൈവം അതിന് മുഴുവൻ അങ്ങനെ. പക്ഷെ ആ ഭാഗത്ത് ദൈവത്തിന്റെ ജ്ഞാനത്താൽ ലോകം ദൈവത്തെ അറിയാഞ്ഞപ്പോൾ ദൈവം എന്തോ ചെയ്തു? പ്രസംഗത്തിന്റെ പോഷത്വത്താൽ വിശ്വസിക്കുന്നവരെ രക്ഷിക്കാൻ ദൈവത്തിന് പ്രസാദമായി. അപ്പോൾ ജ്ഞാനം കൊണ്ട് ദൈവത്തെ അറിയാൻ കഴിയില്ല. സ്തോത്രം. എന്നാൽ തങ്ങളെ എളിമപ്പെടുത്തി ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക്
ദൈവത്തെ അറിയാൻ കഴിയും. ഞാന് എന്റെ പഠനങ്ങളാലും നിരീക്ഷണങ്ങളാലും ഗവേഷണങ്ങളാലും യേശുക്രിസ്തു രക്ഷകനാണെന്ന് കണ്ടുപിടിച്ച്, മനസ്സിലായോ? ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരുമില്ല. അതാ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. സഹോദരങ്ങളെ, ദൈവം നമ്മളോട് കാണിച്ച കരുണ, വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭാഷത്വത്താൽ രക്ഷിക്കാൻ ദൈവത്തിന് പ്രസാദമായി. അപ്പോൾ ലൂസിഫർ എത്ര ജ്ഞാനിയാണെങ്കിൽ ശരിക്കും ജ്ഞാനിയോ? നീ ജ്ഞാന സമ്പൂർണനായിരിക്കുന്ന അവസ്ഥ പറഞ്ഞത്. അത്രയും ജ്ഞാനി ആരുമില്ല. അത്രയും ജ്ഞാനിയും ആത്മലോകത്തിൽ ഉള്ള ഒരു ജീവിയും ഒക്കെ ആയിരുന്നിട്ടും ആ ജ്ഞാനം കൊണ്ട് ദൈവിക വെളിപ്പാട് പൂർണ്ണമായും ഒരു പ്രാപിക്കാൻ. അതുകൊണ്ടല്ലേ മത്സരിച്ചത്. ദൈവം ആരാണ് ദൈവം അറിയാൻ നിങ്ങൾ മത്സരിക്കരുത്. സ്തോത്രം. കൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ദൈവസന്നിധിയിൽ വളരെ വിനയമുള്ളവരായിരിക്കണം. നമ്മളുടെ ജ്ഞാനം കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ട. ദൈവം നമുക്ക് തന്ന വെളിപ്പാട്. സ്തോത്രം. ഞങ്ങൾ ഇന്ന് താഴെ സംസാരിച്ചുള്ള ഒരു പ്രിയപ്പെട്ട മാമ ഞങ്ങൾ വർത്തമാനം പറഞ്ഞപ്പോ, ജ്ഞാനികളുണ്ടല്ലോ ആളുകൾ, അവർക്കങ്ങനെ കർത്താവിനെ അറിയാൻ കഴിയാത്തത്. ഇപ്പോൾ എന്തുകൊണ്ട് കർത്താവിനെ അറിയുന്നില്ല? സ്തോത്രം. നാം ദൈവത്തിൽ വായിക്കുന്നത്, ദൈവം വെളിപ്പെടുത്തി കൊടുക്കാതെ ആർക്കും കർത്താവിനെ അറിയുവാനായി കഴിയുകയില്ല. സ്തോത്രം. റോമാലേഖനത്തിൽ 9:16 വായിച്ചേ. റോമർ 9:16. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്ര സകലവും സാധിക്കുന്നു. കേട്ടോ, ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല, പിന്നെ കരുണ തോന്നുന്ന ദൈവം നമ്മളോട് കാണിച്ച കരുണ മറക്കല്ലേ. ഹല്ലേലൂയ. ഇനി മനുഷ്യന്റെ ചരിത്രത്തിലൂടെ വന്നാൽ പിന്നെയും ഇതൊരു ഉദാഹരണം നമുക്ക് കാണാൻ കഴിയും. ശലോമോൻ മറ്റുള്ള അവനെന്ത് പ്രൗഢിയോടെ ജീവിച്ചവൻ. അവൻ എത്ര ജ്ഞാനിയായാലും എത്ര പറയുന്നവനായാലും കൃപയിൽ നിലനിൽക്കാൻ കഴിഞ്ഞില്ല. രക്ഷിക്കപ്പെട്ട നമ്മളെ ഒരു സൗമ്യതയുള്ളവരായിരിക്കണം. നമ്മൾ നിൽക്കുകയല്ല, ദൈവം നമ്മെ നിർത്തുകയാണ്. അതാണ് യൂദായുടെ ലേഖനം 1 വാക്യം. വീഴാതവണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്നു. നിങ്ങള് പലപ്പോഴും സംശയം തോന്നിയിട്ടാണ് ഈ സഭാപ്രസംഗി വായിക്കുമ്പോഴേ, ഇല്ലേ, ഇച്ചിരി വിശദീകരണം പറയാനാ. സഭാപ്രസംഗിൽ ഇതിന്റെ വിശദീകരണം നമുക്കാണ്. ഒരു തരം ജ്ഞാനിയായാലും ചിന്തിക്കാൻ കഴിയുന്നതെല്ലാം നേടിയാൽ അവന് കൃപയിൽ നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ തെളിവാണ് സഭാപ്രസംഗിയുടെ പുസ്തകം. ചില വാക്യം വായിച്ചാൽ 1:15 വായിച്ചാൽ സഭാപ്രസംഗി 1:15 ഗ്രഹിക്കാനും ശാന്തും പോഷത്തും അറിയുവാനും ഞാൻ മനസ്സ് വെച്ച് നോക്കണേ. ജ്ഞാനം കൊണ്ടറിയാം, എന്നാ ഇനി പ്രാന്ത് കഴിച്ച് നോക്കാം. നമുക്കറിയാം ഹിപ്പികളുണ്ടായിരുന്നു ഇവിടെ. ഹിപ്പികള് ഇല്ലേ, ഓർക്കുന്നില്ലേ? ഹിപ്പികള് ജീവിതത്തിന്റെ അർത്ഥം തേടിയുള്ള പ്രയാണം, അന്വേഷണം. The quest for ultimate truth. What is the meaning of human life? ചിലരങ്ങ് പ്രാന്ത് കഴിച്ച് നടക്കുക. ഇതെല്ലാം ആര് ചെയ്തു? ശലോമോൻ ചെയ്തു നോക്കി. അതിന്റെ 2-ാം അധ്യായത്തിൽ 1 മുതൽ 12 വരെ വായിച്ചാൽ അത് വായിക്കാനല്ല. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, വരിക, ഞാൻ നിന്നെ സന്തോഷം കൊണ്ട് പരീക്ഷിക്കും. അന്ന് സന്തോഷം നോക്കാം. അനുഭവിച്ചുകൊള്ളുക, എന്നാൽ അതും മായ തന്നെ. ഞാൻ ചിരിയെ കുറിച്ച് അത് ഭ്രാന്ത് എന്നും സന്തോഷത്തെ കുറിച്ച് അതുകൊണ്ട് എന്ത് ഫലം എന്ന് പറഞ്ഞു. മനുഷ്യർക്ക് ആകാശത്തിന് കീഴെ ജീവപര്യന്തം ചെയ്യുവാൻ നല്ലത് ഏതെന്ന് ഞാൻ കാണുമ്പോഴും എന്റെ ഹൃദയം എന്നെ ജ്ഞാനത്തോടെ നടത്തിക്കൊണ്ടിരിക്കെ ഞാൻ എന്റെ ദേഹത്തെ വീഞ്ഞുകൊണ്ട് സന്തോഷിപ്പാനും പോഷത്തെ പിടിച്ചുകൊള്ളുവാനും എന്റെ മനസ്സിൽ നിരൂപിച്ചു. ഞാൻ മഹാപ്രവൃത്തികളെ ചെയ്തു,
എനിക്ക് അരമനകളെ പണിതു, മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി. ഞാൻ തോട്ടങ്ങളെയും ഉദ്യാനങ്ങളെയും ഉണ്ടാക്കി. അവയിൽ സകലവിധ പല വൃക്ഷങ്ങളെയും നട്ടു. വൃക്ഷം വെച്ചുപിടിപ്പിച്ചിരുന്ന തോപ്പ് നനപ്പാൻ കുളങ്ങളും കുഴിപ്പിച്ചു. ഞാൻ ദാസിമാരെയും വിലയ്ക്ക് വാങ്ങി. വീട്ടിൽ നിന്ന് ദാസന്മാരും എനിക്കുണ്ടായിരുന്നു. വാക്യത്തിന്റെ അർത്ഥം കൂടെ ഞാൻ കൂട്ടത്തിലൊന്ന് പറയാം. ജീവിതത്തിന്റെ അർത്ഥം കഴിയും ഒത്തിരി പേര് ഇങ്ങനെ പോകുന്നത്. കുറെ പേരുണ്ട് ഒത്തിരി കാശുണ്ടായ ജീവിതം നല്ലതായിരിക്കുന്നുണ്ടെങ്കിൽ കാശുണ്ടാക്കണം. വേറെ കുറെ പേര് ഗാർഡനിങ്, വേറെ കുറെ പേര് സോഷ്യൽ സർവീസ്, ഇങ്ങനെ പല കാര്യങ്ങൾ. ജീവിതത്തിന് അർത്ഥമില്ല. ശരി, എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യാം. അതിലൊക്കെ ജീവിതത്തിന് സംതൃപ്തി നേടാൻ ഇവിടെ പരിശ്രമിക്കുന്നത്. ഇതെല്ലാം ഒരു ആയുധം കൊണ്ട് ചെയ്ത ഒരുത്തനുണ്ടെങ്കിൽ ആരാ? എനിക്ക് മുൻപേ ഉണ്ടായിരുന്ന ഏവരിലും അധികം ആടുമാടുകളായ ബന്ധുസമ്പത്ത് എനിക്കുണ്ടായിരുന്നു. ഞാൻ വെള്ളിയും പൊന്നും രാജാക്കന്മാർക്കും സംസ്ഥാനങ്ങൾക്കുമുള്ള ഭണ്ഡാരവും നിർമ്മിച്ചു. സംഗീതക്കാരെയും സംഗീതകാരത്തികളെയും മനുഷ്യരുടെ പ്രമോദമായ അനവധി സ്ത്രീജനത്തെയും സമ്പാദിച്ചു. ഇങ്ങനെ ഞാൻ എനിക്ക് മുൻപേ യെരൂശലേമിലുണ്ടായിരുന്ന എല്ലാവരിലും മഹാനായി തീർന്നു. അഭിവൃദ്ധി പ്രാപിച്ചു. ജ്ഞാനവും എന്നിൽ ഉറച്ചു നിന്നു. എന്റെ കണ്ണ് ആഗ്രഹിച്ചതൊക്കെയും ഞാൻ അത് നിഷേധിച്ചില്ല. കേട്ടോ, ഇങ്ങനെ ഭൂമിയിൽ ഏതെങ്കിലും ഒരുത്തർ വെക്കൂ. എന്റെ കണ്ണ് ആഗ്രഹിച്ചത് ഒന്നും ഞാൻ നിഷേധിച്ചില്ല. ചിന്തിക്കാൻ കഴിയുന്ന സകല വഴികളിൽ ഞാൻ നടന്നു. പ്രാന്തുകളിൽ ജ്ഞാനം സമ്പാദിക്കും, പണം സമ്പാദിക്കും, വീഞ്ഞു കുടിക്കും, കൃഷിപ്പണി ചെയ്യും. കൃഷി സ്ത്രീജനങ്ങളെ സംബന്ധിച്ച് മനുഷ്യന്റെ പ്രമോദമായ സ്ത്രീജനങ്ങളെ സംബന്ധിച്ച് എന്നും വേണ്ട. ചിന്തിക്കാൻ കഴിയുന്നത് മുഴുവൻ നേടി. പക്ഷേ ഒഴി പറയുന്നു നോക്കണേ, ഒരുവൻ എത്ര വലിയ ജ്ഞാനിയായാലും തന്റെ ജ്ഞാനത്തിൽ ദൈവത്തെ തേടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ആ അന്വേഷണത്തിന്റെ ഫലം എന്താണെന്നുള്ളതിന്റെ രേഖയാണ്. അതുകൊണ്ടാ ആ ചിന്തിക്കുന്ന ചിന്തയിൽ അവൻ പറയുന്നത് മനുഷ്യന്റെ ആത്മാനം മുകളിലോട്ട് പോകുന്നു, മൃഗത്തിന്റെ ആത്മാനം കീഴിലോട്ട് പോകുന്നു. ഇതെന്ത് കഴിയും നോക്കണേ, ഈ പോകുന്ന പോക്കിൽ ഈ ചിന്തിക്കുന്ന എല്ലാം. പക്ഷേ പരിശുദ്ധാത്മാവല്ലേ അതിന് പിന്നിലുള്ളത്, അതിന്റെ രേഖയുടെ പിന്നിലുള്ളത്. അതുകൊണ്ട് അവസാനം ഒരു വാക്ക് പറയത്തില്ല. അവിടുത്തെ തോന്നുന്നു ഈ 8-ാമത്തെ 12-ാം വാക്യം ഒന്ന് വായിച്ചേ. 8:12. 8:12. ആദ്യം 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് അതും പറയുന്നുണ്ട്. ദൈവത്തെ നിങ്ങളെ നോക്കിയാൽ നിങ്ങൾ തോന്നുന്നത് ഈ ചിത്രം മനസ്സിൽ വെച്ചോണ്ട് ഇത് വായിക്കാം. ഏറ്റവും വേഗത്തിൽ ഓടുന്നവനല്ല പലപ്പോഴും ഒളിമ്പിക്സിൽ മെഡൽ കിട്ടുന്നത്. ഏറ്റവും ബുദ്ധിമാനല്ല ഏറ്റവും വലിയ ബഹുമാനം കിട്ടുന്നത്. ഏറ്റവും നല്ല ജോലി ചെയ്യുന്നവനല്ല ഏറ്റവും നല്ല പ്രൊമോഷൻ കിട്ടുന്നത്. ഇതൊക്കെ ചാൻസാണ്. എന്നിട്ട് ഇതിനിടയ്ക്ക് അതെല്ലാം പറയുന്നതിനെ കൂട്ടത്തിൽ പറഞ്ഞു, എന്നാലും യഹോവ ഭക്തിയോട് ഇരിക്കുന്നവരൊരു പ്രതിഫലമൊക്കെ ഉണ്ട്. എന്നിട്ട് 12-ന്റെ 13-14 വേഗം വായിച്ചാണ്. 12-ന്റെ എല്ലാറ്റിന്റെയും സാരം കേൾക്കാം. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊടുക്കുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ദൈവം നല്ലതും തീവ്രമായ സകല പ്രവൃത്തിയും സകല രഹസ്യങ്ങളുമായ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. കേട്ടോ, എല്ലാത്തിനും മൊത്തമൊക്കെ ഉണ്ടാകും. നിങ്ങൾ ഇങ്ങനെ ജീവിതം കൊണ്ടൊന്നും പരീക്ഷ നടത്തണ്ട. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ ജീവിതം കൊണ്ട് പരീക്ഷ നടത്തിയിരിക്കുക. I have given myself over. I have given my life over as a guinea pig to be experimented on. ഞാനങ്ങ് പറയുക, പരിശുദ്ധാത്മാ നമ്മളെ കാണിച്ചേക്കാം. നിങ്ങൾ കണ്ടോ, ഒരുത്തം തന്റെ ജീവിതം കൊണ്ട് സകല പരീക്ഷണവും ചെയ്തു. ജ്ഞാനിയിൽ ജ്ഞാനി. പക്ഷേ തന്റെ ജ്ഞാനം കൊണ്ട് അവന് ദൈവത്തെ കാണാൻ തോന്നും. ലൂസിഫർ ആത്മലോകത്തിൽ നമുക്ക് ദൃഷ്ടാന്തമായിരിക്കുന്നത് പോലെ മനുഷ്യലോകത്തിൽ സലോമോൻ നമുക്കൊരു ദൃഷ്ടാന്തം. എന്റെ സഹോദരങ്ങളിൽ ദൈവം തന്നതല്ലാതെ ഒന്നുമില്ലെന്നും നിന്റെ കൃപയല്ലാതെ ഒന്നുമില്ലെന്നും ഒരു ദിവസം ഒരു 10 പ്രാവശ്യമെങ്കിലും ആയിട്ട് പറയുന്നു. അല്ലേ ഒരു ഭക്തൻ പറഞ്ഞത്? ഓരോ ശ്വാസം വിടുമ്പോഴും ദൈവമേ കൃപ 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 എന്ന് പറഞ്ഞാലും അധികമാകില്ല. അകത്തോട്ട് വലിക്കുകയും
പുറത്തോട്ട് വരികയും ചെയ്യാൻ ദൈവം കണ്ണ് കാണിക്കുക. തോട്ടം ഏറ്റവും ഇനിയുള്ള ജ്ഞാനം. അപ്പൊ ജ്ഞാനം കൊണ്ട് ദൈവത്തെ അറിയാൻ കഴിയില്ല എന്നുള്ളത് വെളിപ്പെടുത്താനായി തോട്ടം ഇവനെ ദൈവം നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചിരിക്കുക. രണ്ടാമത് ദൈവത്തിന്റെ നീതി എന്താണെന്നുള്ളത് വെളിപ്പെടുത്തി തരാനായിട്ടും ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നത് ബോധ്യപ്പെടുത്താനായിട്ടും അവനെ ദൈവം വെച്ചു. അവനോട് ഒറ്റ തെറ്റ് ചെയ്തപ്പോൾ നീതിമാനായ ദൈവം അവനെ മറന്നായി. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞു തന്നാലെങ്കിൽ ഓർമ്മ തിരിച്ചു വരാനൊരു കിളിവാതിൽ പോലും തുറന്നു കൊടുത്തില്ല. അയ്യോ പൊക്കാളാണ്. പക്ഷേ ഏതൊരുവിധരായ ദൂതന്മാരെ അവരോട് തെറ്റ് ചെയ്തപ്പോൾ മടങ്ങി വരാനൊരവസരവും കൊടുക്കാതെ അവരെ തള്ളിക്കളഞ്ഞു. മനുഷ്യവർഗത്തോട് ദൈവം കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അനേകമായ ദോഷങ്ങളെ കണക്കിടാതെ ക്രിസ്തുവിൽ നമ്മെ ദൈവത്തോട് നിരപ്പിക്കുവാൻ തന്റെ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തന്ന ദൈവകൃപ. ദൈവത്തിന്റെ നീതി എന്താണെന്നും ദൈവം നമ്മോട് കാണിച്ച കരുണ എന്താണെന്നും ദൈവത്തിന്റെ സ്നേഹം എന്താണെന്നും വെളിപ്പെടുത്താൻ ദൈവം അവനെ വെച്ചു. അടുത്തത് ഉയരാൻ അങ്ങോട്ട് ശ്രമിച്ചാൽ ദൈവത്തെ കൂടാതെ ഉയരാൻ ശ്രമിക്കുന്നവന്റെ ഫലം എന്താണെന്നുള്ള കാണിക്കാൻ നമുക്ക് ഉണ്ടാകാൻ താല്പര്യമുള്ളതാണ്. അതിലെന്താണെന്ന് കാണിക്കാനായിട്ടാണ് അവനെ ഒരടയാളം മറ്റു വെച്ചു. അതേ ഇരയാണ് ഹവ്വ അമ്മച്ചിക്ക് കൊണ്ടിട്ട് കൊടുത്തത്. ഇവൻ ചൂണ്ടയിൽ പെട്ടുപോയ അതേ ഇര എന്ത് ചെയ്തു? ഹവ്വ അമ്മച്ചിക്ക് കൊണ്ട് കൊടുത്തു. ഇവന്റെ ആഗ്രഹം ദൈവത്തോലാകുക, ദൈവത്തിന് മേടിച്ചെടുക്കാന്നുള്ളതാണ് അവന്റെ ആഗ്രഹം. ഹവ്വ അമ്മച്ചോട് പറഞ്ഞത് നിനക്ക് ദൈവത്തെ പോലെ ആകാം, ദൈവത്തെ പോലെ ആകാം. തോന്നണം. എനിക്ക് ആദ്യ പാപത്തെ കുറിച്ച് ഇച്ചിരി വിഷയമെന്ന് പറയാം. തോന്നണം. ബാക്കി പറഞ്ഞാൽ അടുത്ത ദിവസം പറയാം. തോന്നണം. അവിടെ പറഞ്ഞല്ലോ നോക്കണേ. ഹവ്വ അമ്മച്ചി നമ്മൾ പലപ്പോഴും ഈ ഒരു പഴം പതിച്ച് തിന്നതുകൊണ്ട് ഈ വംശത്തെ മുഴുവൻ ഇങ്ങനെ ശാപിച്ച് നരകത്തിൽ തള്ളാൻ മാത്രം അത്ര ഗൗരവമായ ഒരു കാര്യമാണോ ഇത് എന്ന് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നാട്ടിലുള്ള ഒരു രാഷ്ട്രീയ ജാതീയ സംഘടന ഈ അടുത്ത സമയത്ത് പുതുപ്പള്ളിയിൽ പഠന ശിബിരം നടത്തി. ഈ പഠന ശിബിരം നടത്തിയപ്പോൾ ഒന്നാമത്തെ ദിവസം തന്നെ അതിനകത്ത് അവരുടെ ഒരു പ്രധാനപ്പെട്ട അവരുടെ ഒരു ഗുരുജി ക്രിസ്തീയ വിശ്വാസ പ്രമാണത്തെയും വേദപുസ്തകത്തെയുമാണ് ഏറ്റവും പ്രാരംഭിച്ചതായിട്ട്. ഇതാണോ സത്യ വേദപുസ്തകം എന്ന് പറഞ്ഞ് പരിഹസിച്ചു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുക, ദൈവം ഒരു ഭൂമി ഉണ്ടാക്കി, അതിനകത്തൊരു തോട്ടം ഉണ്ടാക്കി, ആ തോട്ടത്തിൽ ഒരു കുടികിടപ്പുകാരനെ പഠിച്ചു വിട്ടു, അതെല്ലാം തിന്നോളാൻ പറഞ്ഞു. എന്നിട്ട് ഇതിനകത്ത് ഒരു മരമുണ്ട്, അത് ഒരേ നമ്പറാണ്, വലിയ മധ്യമാണ്, അത് തൊട്ട് പോകരുത്. വിലക്കപ്പെട്ടതിനോടൊരു താല്പര്യം സ്വാഭാവികമല്ലേ? സാത്വിയായ ആ അമ്മച്ചി അവളുടെ പ്രത്യേക ശാരീരിക സ്ഥിതിയിലായിരുന്നിരിക്കാം, അതിനോട് പ്രത്യേക താല്പര്യം തോന്നിട്ട് അതേന്ന് ഒരു പഴം പറിച്ച് തിന്നു. അവളുടെ ആ ഹൃദയവിശാലത അത് മുഴുവൻ അവൾ നിന്നില്ല, ഒരു ഭാഗം തന്റെ പ്രിയ ഭർത്താവിനും കൊടുത്ത ആ സാത്വിയായ അമ്മ ആ ഒരൊറ്റ കാര്യം ചെയ്തു, ഇങ്ങനെ തോട്ടത്തിൽ നിന്ന് ഒരു പഴം പോയി. ഇത്രേ ഉള്ളൂ. ഇവരെ എല്ലാം അടിച്ച് പുറത്താക്കുക മാത്രമല്ല ഈ വംശത്തെ മുഴുവൻ ശപിച്ചു. മാത്രമോ നരകത്തിൽ തള്ളാനും മാത്രം. ഈ ദൈവത്തിന്റെ ഹൃദയം ഇത്ര കുടുസാണോ? അടുത്ത് പറഞ്ഞ വാചകമാണ്. ഇപ്പൊ എന്നാ കുംഭസാരിക്കുകയാണോ? എന്ത് ഭാഗം ചെയ്താലും ഈ പോലെ ക്ഷമിച്ചേക്കാവുന്നു. അന്ന് ഒരു കൊച്ചു തെറ്റ് ക്ഷമിക്കാൻ മേലാഞ്ഞ ദൈവമാണ്. ഇപ്പൊ ഏത് മഹാഭാവം ചെയ്താലും പോന്നേക്കാൻ പറയും. ഇതെങ്ങനെ ശരിയാകും? ഇതൊക്കെയാണോ? നമുക്ക് ന്യായമായിട്ട് അംഗീകരിക്കാൻ അത് ശരിയല്ലേ? അല്ല, ഈ ഒരു പഴം പോയി എന്നുള്ള ഒറ്റ കാരണത്താൽ ഈ വംശത്തെ അവര് പഴമല്ല ഇവിടെ പ്രശ്നം. നിങ്ങൾ 33 വായിച്ചാൽ ആദ്യ പാപത്തിന് ചിത്രം കാണാം. ആദ്യ പാപം കേൾക്കുമ്പോഴേ പലരുടെയും മനസ്സിൽ ഏതാണ്ടൊക്കെ ആ ചിത്രം ഒഴിയുന്നത്. അതങ്ങനല്ല. ആദ്യ പാപം എന്ന് പറഞ്ഞാൽ അത് ലൈംഗിക ജീവിതമൊന്നുമല്ല. അങ്ങനൊക്കെ തെറ്റിദ്ധരിച്ചു ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിക്കുന്ന സമൂഹങ്ങൾ ക്രിസ്തീയ സമൂഹത്തിലുണ്ട്. അത് തെറ്റ അങ്ങനല്ല അവിടെ പറയുന്നത്.
3-ാം അധ്യായത്തിന് ഒന്നും വേഗം വായിച്ചേക്കണം. സമയം പോയി. ദൈവം ഉണ്ടാക്കിയ എല്ലാ കാഠിന്യങ്ങളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോടെ, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന് നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോടെ, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങൾ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. മതി, ബാക്കി നിങ്ങൾക്ക് അറിയാമല്ലോ. സംഗതി മനസ്സിൽ വന്നല്ലോ. നോക്കണേ, യഹോവ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതാണ്. അത് യഹോവ പറ്റിയത്. ഈ ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടിയെയും പിശാച് ലൂസിഫർ ആയി കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കി എന്തിനെ ഒന്ന് പിടിക്കണം, ആരെയാ തന്റെ ഒരു ആയുധമാക്കേണ്ടത്. അവന്റെ സ്വഭാവത്തോട് ഒരിക്കലെങ്കിലും ബന്ധമുള്ള സ്വഭാവം ഉള്ള ഒരുത്തരെ കണ്ടു. അതേതാണ് കൗശലം. ബാക്കി ഒന്നിനെയും ആവാഹിക്കാൻ അവനൊരു പരിധി കിട്ടുന്നില്ല. അപ്പോൾ ഈ കൗശലം എന്നൊരു സ്വഭാവം ഈ പാമ്പിൽ കണ്ടതുകൊണ്ട് ആ ചെറിയ ആ കാര്യം മുതലെടുത്തിവൻ ഇവനെ അങ്ങ് ആവാഹിക്കും. പാമ്പിന്റെ സ്വഭാവം അങ്ങനെയാണല്ലേ. പാമ്പ് നടന്ന നേരെ സർപ്പീഷ്യസ് എന്ന് ഇംഗ്ലീഷ് ഒരു വാക്കുണ്ടല്ലോ, സർപ്പൻറ്റൈൻ, സർപ്പീഷ്യസ്. ഈ പാമ്പ് കിഴക്കോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ തല വടക്കോട്ടും തെക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും, പക്ഷെ പോലെ വേണം. അതാണ് ഒരിക്കലും ഈ കൗശലമാണ്. ഇത് മുതലെടുത്തിട്ട് അവിടെ നിങ്ങളൊരു കാര്യം ഓർക്കണം, ഒരു പഴുതില്ലാതെ പിശാചിന് നമ്മളെ ആരെയും ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് വേറെ വിഷയം, അത് പിന്നെ നമുക്ക് കൂടുതൽ വിശദീകരിക്കാം. പഴുത് നോക്കി കയറുള്ളൂ. ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൽ പാമ്പുണ്ട്, അതെന്റെ ഇറക്കാൻ പറഞ്ഞു എന്റെ സാധനം എടുക്കാൻ കയറി കടാവി കയറി വരുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും കൂടെ കുട്ടികളും കാണിച്ചിട്ട് നമ്മൾ പിതാവിനെ പേടിക്കുന്നവരാകരുത്, കർത്താവിനെ ഭയപ്പെടണം, കർത്താവിനെ സ്നേഹിക്കണം. അത് വേറെ വിഷയം. അങ്ങനെ പാമ്പിനെ ആവാഹിച്ച് പാമ്പിനെ ആവാഹിച്ചതിനാണ് നമ്മളവിടെ നോക്കുന്നത്. പാമ്പ് സംസാരിക്കുന്ന പോലെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ് പരിശുദ്ധമാണ് എഴുതിയിരിക്കുന്നത്. എപ്പോഴും പിതാവ് അങ്ങനെ കേട്ടോ, നേരെ അവൻ ഇടപെടുകയല്ല, വഞ്ചനയാണ്, വഞ്ചിക്കത്തിലുള്ളൂ. നിങ്ങൾ വിചാരിക്കരുത് ഇന്ന് പിതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടാൽ രണ്ടു വലിയ കൊമ്പും ചാക്കുളി പോലത്തെ ഒരു വാലുമൊക്കെ പിടിപ്പിക്കാൻ കോറി മോക്കനായി വന്ന് തേറ്റയൊക്കെ വെച്ചിട്ട് ഒരു ആരോ നിങ്ങൾക്ക് ഞാൻ അടുത്ത് പറയുമ്പോൾ ദേഷ്യം തോന്നരുത്. നല്ല വെള്ളിയൊക്കെ ഇട്ട് കറുത്ത വേദോസൊക്കെ പിടിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു ഉപദേശമായിട്ടായിരിക്കും ചിലപ്പോൾ വിവേചിച്ചോ. അവനെപ്പോഴും പണിയടാ. അങ്ങനെ പോവാൻ പറ്റുമോ? തോട്ടത്തിലെ ഏതെങ്കിലും വൃക്ഷത്തിന് ഫലത്തില്ലായിരുന്നു ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും പിടിക്കാൻ പഴുതത്തില്ല. വാസ്തവമായിട്ടൊന്നും കൽപ്പിച്ചിട്ടൊന്നുമില്ല എന്ന് പറയ പഴുതട്ട അവനെ ആവാൻ പറ്റുമോ? എന്തുകൊണ്ടില്ല. പക്ഷേ മരിക്കാതിരിക്കേണ്ടതിന് ഇത് അതിലുള്ള വൃക്ഷം തിന്നരുത്, തൊടുക പോലും തുടരുന്നതും പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ അതിൽ വിട്ടുപോയി. അതെ, തൊടുക പോലും ചെയ്തു. അങ്ങനെ ഇത് പറഞ്ഞു കേട്ടതും ഞാൻ പതുക്കെ നിങ്ങൾ മരിക്കില്ല നിശ്ചയം. അത് മാത്രമല്ല, ഇത് തിന്നുന്ന നാളിൽ നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെയാകുമെന്ന് ദൈവത്തിനറിയാം. ദൈവത്തിനറിയാം നിങ്ങൾ ഇത് തിന്നാൽ ദൈവത്തെ പോലെ അങ്ങ്. കണ്ടോ, ഈ ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ വ്യംഗ്യാർത്ഥം എന്ന് പറയും. മീനിങ് മോർ ദാൻ വാട്ട് ദ ലെക്സിക്കൽ ഐറ്റം മീൻ. പറയുന്നതിനേക്കാൾ കൂടുതൽ വേണമെങ്കിൽ അർത്ഥമാക്കാം. അങ്ങനത്തെ വാക്കുകളാണ്. ദൈവത്തിനറിയാൻ നിങ്ങൾ നിന്ന ദൈവത്തെ പറഞ്ഞ് വളരെ വ്യക്തമായി സൂചിപ്പിക്കുക. നിങ്ങൾ ദൈവത്തെ പോലെ ആകാതിരിക്കേണ്ടതിനാ ഇത് നിങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചില ആളുകളെ കണ്ടില്ലേ, നമ്മളോട് സംസാരിക്കുന്നു, മൂത്ത് നോക്കിയല്ല. നമ്മളോട് വർത്താനം പറയുമ്പോൾ തന്നെ തെങ്ങിനും കൗങ്ങിനും തീരുങ്ങയിലും ഒക്കെ നോക്കിയല്ല പറയുന്നത്. അങ്ങനെയുള്ളവരെ അവര് പറയുന്നതിനേക്കാൾ കൂടുതൽ അവര് അർത്ഥമാക്കുന്നുണ്ട്. ഇയാഗോ സ്റ്റൈൽ എന്ന് പറയും. ഒരു ഷേക്സ്പിയർക്കാരൊക്കെയാണ് ഇയാഗോ. അതുപോലെ ദൈവത്തിനറിയാം നിങ്ങൾ ദൈവത്തെ പോലെ അങ്ങാകുമെന്ന് അത് പറഞ്ഞപ്പോ
ഏതാ ആടാന്ന് പറ. അവ അമ്മച്ചിക്ക് സംശയം. ആടാന്ന് പറയാൻ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. ഈ ഒരെണ്ണം മാത്രം തിന്നരുതെന്ന് പറയാൻ കാര്യം എന്താണ്? ആടാ കാര്യം. ഇത് തിന്നാൽ ഞങ്ങൾ ദൈവത്തെ പൊരങ്ങ് ആകും. എന്നിട്ട് ആ കേട്ടപ്പോൾ ആ നിർദ്ദേശം ആദ്യം മനസ്സിലോട്ട് വന്നതും അവിടെ തന്നെ ഒന്ന് വെരിഫൈ ചെയ്യുക. അവിടെ ഒന്ന് നോക്കിയപ്പോൾ വൃക്ഷഫലം തിന്നാൻ നല്ലതും ആൺമാർ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം. ജനമോഹവും കൺമോഹവും ജീവിതത്തിന്റെ പ്രഭാവം അവിടെ ഉണ്ട്. ഞാൻ വിശദീകരിച്ചിട്ടില്ല. അപ്പോ ഇത് കാണാൻ എല്ലാം ഭംഗി, തിന്നാൻ ബഹുരുചിയായിരിക്കും തീർച്ച. ഇത് തിന്നാൽ ഞാൻ ദൈവത്തെ പോലാവും. അതാന്ന് പറ. ഇവിടുന്ന് നോക്കുമ്പോഴും അത് തന്നെ ഇതൊക്കെ സംശയായി. വെറുതെ അല്ല ഇത് തിന്നരുതെന്ന് ദൈവം പറഞ്ഞത്. ഞങ്ങൾ ഇത് തിന്നാൽ ദൈവത്തെ പോലങ്ങ് അത് ചിന്തിച്ചതിൽ തെറ്റുന്നില്ല. കാരണം വെറും സ്വാഭാവിക. കാരണം ഇവിടെ സംബന്ധിച്ചിട്ടുള്ള അപ്പൊ ഇല്ലെന്ന് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ. ദൈവതുല്യതയില്ല, ബാക്കിയെല്ലാം ഉണ്ട്. ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, തോട്ടമുണ്ട്, ഭർത്താവ് എല്ലാം. ഒരു കാര്യം മാത്രമില്ല. എന്തോ ഇല്ല? ദൈവതുല്യത ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. മാത്രമല്ല ഒരു കാര്യം മാത്രം ഇവർക്ക് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അതേതാ? ഈ പലവകകൾ. ഒരു കാര്യം അവർക്ക് ഇല്ല, ഒരു കാര്യം അവർക്ക് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടി കോസ് ആൻഡ് ഇഫക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യും. നിനക്ക് ദൈവതുല്യതയില്ല, കാര്യം ഇല്ലാത്തതുകൊണ്ട് അത് കോസ് ആൻഡ് ഇഫക്റ്റ് ആയിട്ട് അവിടെ കണക്ട് ചെയ്തപ്പോ ഈസി ആയിട്ട് ആളെ വീണു. അതാന്ന് പറ. അവളത് വിശ്വസിച്ചപ്പോൾ നോക്കണേ, പിശാച് പറഞ്ഞത് വിശ്വസിച്ചപ്പോൾ ദൈവത്തിനെ അവിശ്വസിച്ചു. മാത്രമല്ല അവിടെ നടന്ന സംഭവം ഒന്ന്, ദൈവത്തിന്റെ സ്നേഹത്തെ സംശയിച്ചു. It was not actually the literal physical swallowing down of the forbidden fruit that was important there, but rather the transformation that she underwent within. അവൾ അകത്ത് അവൾ കടന്നുപോയ ആ മാറ്റമാണ് അവിടെ പ്രധാനം. വ്യക്തമല്ല. ഒന്നാമത് ദൈവത്തിന്റെ സ്നേഹം സംശയിച്ചു. കാരണം ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ ഒന്നുമില്ലായ്മ ഞങ്ങളെ സൃഷ്ടിച്ചത്. പക്ഷേ ഞങ്ങൾ അവന് തുല്യരാകാൻ അനുവദിക്കുമാറ് അത്രേ ഞങ്ങളെ സ്നേഹിക്കുന്നില്ല. God does not allow us to get into equality with him. ദൈവത്തിന്റെ സ്നേഹത്തെ സംശയിച്ചു. ഞങ്ങൾ അവന് തുല്യരാകാൻ അനുവദിക്കുമാറ് അത്രേ സ്നേഹിക്കുന്നില്ല. നോക്കണേ, ഒന്നാമത്തെ പടി ദൈവ സ്നേഹം സംശയിച്ചു. She doubted the love of God. സ്നേഹം സംശയിച്ചാൽ രണ്ടാം പടി വാക്കുകളെ അവിശ്വസിക്കും. ഭർത്താവിന്റെ ലേറ്റായിട്ട് വിളിക്കുന്നു. ഭർത്താവ് സ്നേഹത്തെ കുറിച്ച് ഭാര്യയ്ക്ക് സംശയമുള്ള സമയമാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്താ ഇന്ന് ഇത്തിരി വൈകി വെച്ചത്? അത് ഇന്ന് ഓവർടൈം ഉണ്ടായിരുന്നു. ഓവർടൈം അതേ ഭാര്യ എന്നോട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ആരാണ്ട് കൂട്ടുകാരുടെ കൂടെ പാർട്ടിയിൽ പോയി ഇരുന്ന നോക്കട്ടെ. അപ്പൊ സ്നേഹം സംശയിച്ചാൽ വാക്കുകൾക്കൊരു മാർജിനിടും. ഇല്ലേ? വാക്കുകളെ അവിശ്വസിക്കും. ഒന്നാമത് അവൻ ദൈവത്തിന്റെ സ്നേഹം സംശയിച്ചു. രണ്ടാമത് ദൈവത്തിന്റെ വാക്കുകളെ അവിശ്വസിച്ചു. മൂന്നാം പടി കൽപ്പന ലംഘിച്ചു. പറിക്കരുതിനെല്ലാം പോകും. ഞാൻ വർഷം കൊടുക്കുന്ന ആളുകൾ ദൈവത്തെ പോലെ. കാരണം ഇവൻ വീണം ഈ ഇരവറ്റ ദൈവത്തെ പോലെ ആകാനുള്ള പരിശ്രമം കൊണ്ടാണ് ഇവൻ വീണത്. അതേ ഇരയാണ് ഒഴിച്ചു കൊടുക്കുക. കണ്ടോ? വളരെ പ്രധാനപ്പെട്ട പല കാര്യം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ തന്നെ കേൾക്കണേ. മൂന്നാം പടി ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു. ഒന്നാം പടി ദൈവത്തിന്റെ സ്നേഹത്തെ സംശയിച്ചു. രണ്ടാം പടി ദൈവത്തിന്റെ വാക്കുകളെ അവിശ്വസിച്ചു. മൂന്നാം പടി ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു. പലരും പറയാറുണ്ട്, ദൈവം ഇതൊക്കെ തടഞ്ഞാൽ പോരായിരുന്നു. ഇതൊക്കെ വലിക്കാൻ നേരത്തൊക്കെ തടഞ്ഞാൽ പോരാ. പിന്നെ അവിടെ ഒരു ദൂതനെയൊക്കെ കൊണ്ടാക്കിയില്ലേ? ആ ദൂതനെയൊക്കെ നേരത്തെ ദൂതനെ ആക്കുവോ? ഇതൊന്ന് പറിക്കാൻ നേരത്തൊക്കെ തടയുകയോ ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ഗോഡ് സോ കോസ് അങ്ങനെ ഇതങ്ങ് തടഞ്ഞു എന്ന് സങ്കല്പിക്കുക. ഇവിടെ നിന്ന് ദൈവത്തിന് സ്നേഹം സംശയിച്ചു, വാക്കുകളെ വിശ്വസിച്ചു, കൽപ്പന ലംഘിച്ച് എനിക്കും എന്റെ ഭർത്താവ് ദൈവത്തെ പോലാകണം. വലിയ ആഗ്രഹത്തോടെ അത് വളരെ ഇങ്ങനെ അഭിനിവേശം കൊണ്ട് കേട്ട് ദൈവത്തെ പോലാകാനുള്ള വലിയ വ്യാമോഹത്തോടെ ഇതങ്ങോട്ട് പറിക്കാൻ കൈ അങ്ങോട്ട് നീട്ടി. സങ്കല്പിച്ചേ, കൈ അങ്ങോട്ട് നീട്ടി അങ്ങോട്ട് തൊട്ടു.
തൊട്ടപ്പോൾ ചിലരെ നിർദ്ദേശിച്ച പോലെ ദൈവം അതങ്ങ് മുകളിലോട്ട് പോകുമാറാക്കി എന്ന് സങ്കല്പിക്കുക. ഇവിടെ പെരുവെല്ലിൽ നിന്ന് എത്തിക്കുട്ടി തൊട്ടു പഠിക്കാൻ വേണം. എത്ര ശ്രമിച്ചിട്ടും പഠിക്കാൻ വേണം. ഓടി ഒരു കാലിൽ ഉരുട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ തന്നെ മോളിൽ പഠിക്കാൻ ശ്രമിക്കുക. സപ്പോസ് the higher she reached, the upper it went. Suppose God so caused it. ഇവൾ എത്രയും മുകളിലോട്ട് എത്തിയോ അത്രയും ഇവൻ മുകളിലോട്ട് പോയി എന്ന് സങ്കല്പിക്കുക. ദൈവം ഫിസിക്കലായിട്ട് തടഞ്ഞെന്ന് വിചാരിക്കുക. കുറേ നേരം പരിശ്രമം കഴിച്ചേച്ച് ക്ഷീണിച്ച് ആ കല്ലിൽ ഇരുന്ന് മുകളിലോട്ട് നോക്കുക. മുകളിലോട്ട് കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ മനസ്സിലാക്കിയ മുമ്പ് ദൈവം എന്തായാലും കുറെ ഭയങ്കരന ഞങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ചു, ചത്തു എന്ന് പറഞ്ഞ് പേടിപ്പിച്ചു. ഇപ്പൊ ആ കൂട്ടുകാരൻ വന്ന ആ സ്നേഹിതം വന്ന് സത്യം പറഞ്ഞപ്പോൾ അത് പഠിക്കാൻ സമ്മതിക്കുന്നില്ല. എന്നാലും ദൈവം ഇത്രയും സ്നേഹിക്കുന്നുണ്ടല്ലോ, ഞങ്ങളവരെ തുല്യരാകാൻ അനുവദിക്കൂലല്ലോ, എന്നാലും ദൈവം കുറെ ഭയങ്കരന. അവൾ അങ്ങനെ ചിന്തിച്ചോണ്ട് ഈ കലരിക്കുക. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അവളിത് പറിച്ചുമില്ല തിന്നുമില്ല, പക്ഷെ പാപിയായോ? ഒന്നും പറയുന്നില്ല. പാപിയായി, പാപം ചെയ്തില്ല, കൈകൊണ്ടത് ചെയ്തോ ചെയ്തില്ല, പക്ഷെ പാപിയായി. കണ്ടോ, പാപം പ്രവൃത്തിയിൽ ഒതുങ്ങുന്നില്ല. Sin is not limited to action. പാപം പ്രവൃത്തിയിൽ ഒതുങ്ങുന്നില്ല. പാപം ആന്തരികമായ അവസ്ഥയാണ്. കേൾക്കണേ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അകത്തെ കുഴപ്പത്തിന്റെ പുറത്തെ പ്രകടനമാണ് പാപപ്രവൃത്തി. പാപത്തിന് മൂലകൃതിയുടെ പദം ഹമാക്ഷിയ എന്ന പദമാണ്. അർത്ഥം ലക്ഷ്യം തെറ്റുക എന്നേ ഉള്ളൂ. ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുവോ ആ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നതാണ് പാപം. ദൈവവുമായുള്ള ഹൃദ്യവും ഊഷ്മളവുമായ സ്നേഹക്കൂട്ടായ്മയ്ക്കായി ദൈവാനുരൂപരായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആ ദൈവ കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകുന്നതാണ് പാപം. ലക്ഷ്യം തെറ്റിപ്പോയി. ഏറ്റക്കുറച്ചിലുകൾ പാപപ്രവൃത്തികളിലുണ്ടാകാം. ഒരുത്തൻ നല്ലവനായിരിക്കാം, വളർന്നു പശ്ചാത്തലം പിന്നെ ട്രെയിനിങ് ഒക്കെ നല്ലതായിരിക്കും. അവൻ ആത്മസംയമനമുള്ളവനാണ്, ഇന്ദ്രിയജയമുള്ളവനാണ്. അവൻ പാപപ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിൽ നിന്നെല്ലാം സ്വയമായി ഇച്ഛാശക്തി ഉപയോഗിച്ച് അവൻ ഒഴിവുള്ളവനായിരിക്കും. മറ്റൊരുവൻ പാപത്തിൽ അങ്ങ് രസിച്ച കുടുങ്ങി കഴിയും. ഒരുവൻ പാപം നിയന്ത്രിച്ചു, പ്രവൃത്തിയിലാക്കാൻ നിയന്ത്രിച്ചു, പക്ഷെ ദൈവം രണ്ടുപേരുടെയും ഹൃദയത്തെ അറിഞ്ഞു. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? പാപം പ്രവൃത്തിയിൽ ഒതുങ്ങുന്നില്ല. പാപം ഒരവസ്ഥയാണ്. എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും പറയാമോ ഞാൻ പാപിയുണ്ടെന്ന്? ഒരിക്കലും ചോദിച്ചു, എന്റെ മനുഷ്യൻ നിങ്ങൾ എന്താ പറയണം? ഇന്ന് വരെ ഒരു മനുഷ്യൻ ഒരു ദോഷം ഞാൻ ചെയ്താൽ എന്റെ അടുത്തൊക്കെ ചൂടായി. ഇന്ന് വരെ ഒരു ദോഷം ചെയ്താൽ മനസ്സാവാന കർമ്മ ഒരു ദോഷം ചെയ്തിട്ടില്ല. ആ ഉള്ള സഹായം ഒക്കെ മനുഷ്യർ ചെയ്തിട്ടുണ്ട്. ആ എന്നെ നിങ്ങൾ പാപിന്ന് വിളിച്ചാൽ അതിൽ കൂടി ഒരു തെറ്റ് നിങ്ങൾക്ക് ചെയ്യാനില്ല. ആ എന്നെ വിളിച്ചതാ പാപം. നിങ്ങൾ എന്നെ പാപിന്ന് വിളിച്ചതാണ് നിങ്ങൾ ചെയ്ത. അതാ വിവേകാനന്ദ സ്വാമികൾ പണ്ട് പറഞ്ഞത് അത് തന്നെയാണ്. മനുഷ്യനെ പാപിന്ന് വിളിക്കുന്നതാ വലിയ പാപം. നമുക്കറിയാമല്ലോ, മഹാത്മാഗാന്ധിയെ സംബന്ധിച്ചൊരു ചോദ്യം ഗാന്ധിജി 1930 ജനുവരി ഒടുവിലാണല്ലോ മരിച്ചത്. മാരാമൺ കൺവെൻഷൻ അന്ന് സ്റ്റാൻലി ജോൺസ് പ്രസംഗിക്കുന്ന സമയമാണ്. ആ വർഷം ഡോക്ടർ സ്റ്റാൻലി ജോൺസ് ആണ് മാരാമൺ കൺവെൻഷൻ പ്രസംഗിക്കുന്നത്. അന്ന് മഹാത്മാഗാന്ധിയെ ദൈവം പോലെ ആളുകൾ കാണുക. അപ്പോൾ ഗാന്ധി ഭക്തന്മാരാ ഒത്തിരി പേര് ആ ഭാഗത്തുണ്ട്. ആറന്മുള ഭാഗങ്ങളിലെല്ലാം ഉണ്ട്. അപ്പോൾ ഒരു ചോദ്യം എഴുതി ചോദിച്ചു. അത് കഴിഞ്ഞ ഉടനെ ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചയാണല്ലോ മാരാമൺ കൺവെൻഷൻ. ചില ദിവസങ്ങളെ ആയുള്ളൂ. ചോദ്യം ചോദിച്ചു, മഹാത്മാഗാന്ധി സ്വർഗത്ത് കാണുന്നു. മഹാത്മാഗാന്ധി സ്വർഗത്ത് കാണും.
ഉടനെ ചോദ്യത്തിന് പരസ്യമായ മറുപടി വേണമെന്ന് നിർബന്ധം പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചില ആളുകൾ അതിന്റെ വെല്ലുണ്ടായി ചിന്തയോടുകൂടെ. ഏതായാലും ഇവരാലോചിച്ചു എന്ത് മറുപടി വേണം. സ്റ്റാൻഡ് ജോൺസ് പറഞ്ഞു മഹാത്മാഗാന്ധി ഓർക്കത്തിലുണ്ടെന്ന് പറഞ്ഞതിന് ഇവിടെ പ്രസംഗിക്കാനാണ് അർത്ഥമില്ല. യേശുക്രിസ്തു രക്ഷകർത്താവായി ജീവിച്ചു വിശ്വസിക്കാത്ത കർത്താവിന് വേണ്ടി ജീവിക്കാത്തവന് അവർ സ്വർഗത്തിൽ കാണുന്നതിന് ഞാൻ ഇതിനെ പ്രസംഗിക്കുന്നു. ഒരു മറ്റു നിങ്ങൾ എന്തോ പറയുന്നത്, നിങ്ങൾ മഹാത്മാഗാന്ധി സ്വർഗത്തിൽ കാണുന്ന പറഞ്ഞാൽ 12 ജീവക്കാൻ നമ്മുടെ ആളുകൾ അതിന് മുമ്പിൽ നോക്കണേ. സഭാവിത്യാസമില്ലാതെ സമുദായ വിത്യാസമില്ലാതെ അതിന് ദൈവത്തെ പോലെ വേണം. എന്ത് ചെയ്യണം ആലോചിച്ചു. സ്റ്റാൻഡിലും പറഞ്ഞു അത് എനിക്ക് വിട്ടേക്കാൻ പറഞ്ഞു, ഞാൻ മറുപടി പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി കേട്ടിരുന്ന ഒരാൾ പറഞ്ഞത്, നേരിട്ട് പറഞ്ഞത്, അദ്ദേഹം പേരിനടുത്തിരിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞത് A heaven without Gandhi would be deficient as a matter of that. അല്ല stylistic queens ഇംഗ്ലീഷിൽ പറഞ്ഞു. A heaven without Gandhi would be deficient as a matter of that. That means ഗാന്ധിജി ഇല്ലാത്ത സ്വർഗത്തിന് ഗാന്ധിജി ഇല്ലെന്നൊരു കുറവുണ്ടാകില്ല. കാര്യം സകല മനുഷ്യവർഗത്തിനും വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നരകം ഉണ്ടാക്കിയത് വിശാലമാർക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയല്ല. അപ്പോൾ 100 പേർക്ക് വേണ്ടി ഒരു ഡിന്നർ ഉണ്ടാക്കി, 99 പേരെ ഉണ്ടായിരുന്നുള്ളൂ, ഒരാൾ വന്നില്ലെങ്കിൽ. How was the party? Oh, it was excellent. But there was one flaw, one feature of life. ഒരാളില്ലെന്നൊരു കുറവ്, ബാക്കിയെല്ലാം നല്ല പെർഫെക്റ്റ്. ഇതുപോലെ മഹാത്മാഗാന്ധി ഇല്ലാത്ത സ്വർഗം, മഹാത്മാഗാന്ധി ഇല്ല എന്ന കുറവായിരിക്കും പറഞ്ഞു. തർജ്ജമ ചെയ്ത ആൾ വിളിച്ചു പറഞ്ഞു ഗാന്ധി ഇല്ലാത്ത സ്വർഗം സ്വർഗമല്ലെന്ന്. അത് ഏതായാലും അന്ന് വലിയ പ്രശ്നങ്ങളുണ്ടായാലും ദൈവം കൊടുത്തൊരു കുട്ടിയായിരുന്നു, സത്യവുമായി. പിന്നെ ദൈവത്തെ എപ്പോൾ എത്ര നല്ലവനായാലും യേശുക്രിസ്തുവിനെ അല്ലാതെ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവായ ദൈവത്തിലേക്ക് എത്തുന്നില്ല. യോഹന്നാൻ 14:6. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവായ ദൈവത്തിലേക്ക് എത്തുന്നില്ല. നമ്മൾ പലപ്പോഴും ആ വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം മാത്രമേ എഴുതി വെക്കാറുള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യവും. ആ 2ാം ഭാഗമുണ്ട്, വാക്യം മുഴുവനായിരുന്നത്. വാക്യത്തിന് 2ാം ഭാഗം എഴുതുന്നു നമ്മളിൽ. ഞാൻ മുഖാന്തരമല്ലാതെ പിതാവിനെ എത്തുന്നില്ല. കേൾക്കണേ. അപ്പോൾ 3 ചുവടുകൾ, പാപത്തിന്റെ 3 ചുവടുകൾ. ദൈവത്തിന്റെ സ്നേഹത്തെ സംശയിച്ചു, ദൈവത്തിന്റെ വാക്കുകളെ അനുസരിച്ചു, ദൈവത്തിന്റെ കൽപ്പന ലഭിച്ചു. അവളുടെ അകത്തു വന്ന മാറ്റം. He underwent a degeneration deep within. അതാണ് പാപം. പാപം പ്രവൃത്തി ഒതുങ്ങുന്നതല്ല. എനിക്ക് രക്ഷാമാർഗം കിട്ടി, അതുകൊണ്ട് പറഞ്ഞു ഇതിനെ നേരെ തിരിച്ച് ഇത്രകാരം. സ്തോത്രം. മനുഷ്യൻ ദൈവത്തിന്റെ സ്നേഹം സംശയിച്ചപ്പോൾ ദൈവം തന്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ലോകത്തിൽ വന്നു. പുതിയ നിയമത്തിന്റെ താക്കോൽ വാക്യം യോഹന്നാൻ 3:10. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നേ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ ലോകത്തെ ആശ്രയിച്ച് സ്നേഹിച്ചു. യേശുക്രിസ്തുവിടെ വന്നു, കർത്താവിവിടെ വന്ന് ഒരിക്കൽ ഒരു വലിയ ജനക്കൂട്ടത്തോടെ കർത്താവിനെ വിളിച്ചു. സ്നേഹത്തിന് ഏറ്റവും വലിയ പ്രകടനമല്ല. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു സ്നേഹമുണ്ടോ? ജനക്കൂട്ടം മൗനമായി അത് സംബന്ധിച്ചു. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ the greatest manifestation of love is laying down one's own very precious life for the beloved. അടുത്തതായി കഥ പറഞ്ഞ വാക്ക്, ഞാൻ എന്റെ ജീവൻ നിങ്ങൾക്കായി തരാം. മനുഷ്യപുത്രൻ ശുശ്രൂഷ സ്വീകരിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കാനുമാണ്.
ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അർത്ഥാൽ ദൈവം മനുഷ്യനോട് ചോദിക്കുക, ഹേ മനുഷ്യ, നീ എന്റെ സ്നേഹം സംശയിച്ചല്ലേ ഇറങ്ങിപ്പോയത്? ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന് എന്റെ സ്നേഹം നിനക്ക് അംഗീകരിക്കാൻ ഞാൻ എന്തു വേണം നീ പറ. മൗനമായി നിന്ന മനുഷ്യനോട് കർത്താവ് തന്നെ ചോദിക്കുക, ഞാൻ നിനക്ക് വേണ്ടി എന്റെ ജീവൻ തന്നാൽ മതിയോ? മനുഷ്യൻ പറഞ്ഞു, മതി. അതാണ് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്നേഹപ്രകടനം. ഉടനെ കർത്താവ് പറയുക, ഇതാ ഞാൻ എന്റെ ജീവനെ നിനക്കായി തരണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പറഞ്ഞ ആ സ്റ്റാൻഡേർഡിലേക്ക് ഇറങ്ങി വന്നു. ആ സ്റ്റാൻഡേർഡിലേക്ക് ഇറങ്ങി വന്നു ദൈവം തന്നെ സ്നേഹം വെളിപ്പെടുത്തുക. അതിനൊക്കെ സാധാരണ കാണുന്ന ഒരു ബോട്ട് ഇതിനൊക്കെ വീടുകളിൽ ചിലപ്പോൾ കാണും. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ജനലിയോ പൗരത്താണ് കുറെ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു രൂപം ഞാൻ കണ്ടത് നോക്കുന്നു, വായിച്ചു നോക്കുന്നു. അത് ക്രൂശിതനായ ഒരു രൂപം പശ്ചാത്തലത്തിൽ സിലൗട്ടെ ഫോമില് സിലൗട്ടെ രീതിയിൽ ക്രൂശിതനായ ഒരു രൂപം. അതിന്റെ മുകളിൽ തെളിഞ്ഞ സ്വർണ്ണ ലിപികളിൽ എഴുതിയിരിക്കുക, ഒരു നാൾ ഞാൻ എന്റെ ഗുരുവിനോട് സംഭാഷിക്കുന്നതിനിടയിൽ while communing with my master, once I asked him, Lord, how much you love me? അതാണ് നീ എന്നെ എത്ര സ്നേഹിക്കുന്നത്. എന്റെ ചോദ്യം കഴിച്ചിട്ട് പകച്ചിട്ടെന്നോളം ഗുരു എന്നെ ഒരു നിമിഷം ഉച്ചു നോക്കി. എന്നിട്ട് ഞാൻ നിന്നെ എത്ര സ്നേഹിക്കുന്നെന്നോ എന്ന് ചോദിച്ചിട്ട് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് കാൽവറിയിലെ ക്രൂശിന്മേൽ കടന്നു. അവസാന ശ്വാസം വിടുന്നതിന് മുമ്പ് എന്നെ നോക്കി. Behold, child, this much I love you. And he breathed his last. കുഞ്ഞെ നോക്കുക, ഞാൻ നിന്നെ ഇത്രയും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് how much you love me, even to the point of giving my very life for you. ഇതാ നോക്കണേ, മനുഷ്യൻ ദൈവത്തിന്റെ സ്നേഹം സംശയിച്ചപ്പോൾ ദൈവം തന്റെ സ്നേഹം മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കുക. രക്ഷിക്കപ്പെടാനുള്ള ആദ്യത്തെ ചുവട് കാൽവരി ക്രൂശിന്മേൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവസ്നേഹത്തെ അംഗീകരിക്കുക. Acknowledge the inordinate love of God manifested on the cross and Calvary. നിങ്ങൾ പറഞ്ഞാണെങ്കിൽ നോക്കണ്ട, അതിലാണ്ട് വരാഹത്തിൽ കോടിക്കണക്കിന് ജന്തുവംശങ്ങളുണ്ട്. There are crores of species in the universe. Every creature is cared for by God wonderfully. ഓരോ ജീവിക്കും ദൈവം അത്ഭുതകരമായി പ്രവേശം കൊടുക്കുന്നു. അതാണ് പുസ്തകം പറയുന്നു, തന്റെ സകല സൃഷ്ടിയോടും ദൈവത്തിന് കരുണ തോന്നുന്നു. കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കും. ഓരോന്നിനും അതതിന്റെ ആഹാരം കൊടുക്കുന്നത്. ഒരു കാക്കക്കുഞ്ഞിന് മുമ്പിൽ ഒരു ആനയ്ക്ക് കൊടുക്കുന്ന കൊടുത്താലേ അതതിന്റെ ആഹാരം. എല്ലാറ്റും കൊടുക്കുന്ന. എന്നാൽ നമ്മളോട് മാത്രമേ സ്നേഹമുള്ളൂ. മനുഷ്യനെ മാത്രമേ ദൈവം സ്നേഹിക്കുന്നുള്ളൂ. ദൂതന്മാരെ പോലും സ്നേഹിക്കുന്നില്ല. ദോഷം കണക്കിടാത്ത ബന്ധം നമ്മളോട് ദൈവത്തിനുണ്ട്. ഈ സ്നേഹം കാൽവരിയിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം വെളിപ്പെട്ടിരിക്കുന്നത് ദൈവം നമുക്ക് നമ്മുടെ ആരോഗ്യമുള്ള ശരീരം കൊണ്ടല്ല. നല്ല വിദ്യാഭ്യാസവും യോഗ്യമായ ജോലിയും അനുഗ്രഹിക്കപ്പെട്ട കുടുംബവും നല്ല ബുദ്ധിശക്തിയും ഇതൊന്നും തന്നതിലല്ല ദൈവത്തിന്റെ സ്നേഹം ഏറ്റവും വെളിപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹം ഏറ്റവും വെളിപ്പെട്ടിരിക്കുന്നത് പുത്രനെ തന്നു. കർത്താവ് നമ്മെ സ്നേഹിച്ചതിന്റെ ജീവൻ നമുക്കായി തന്നു. നമ്മളാണ് ഏറ്റുപറയണം, അന്വേഷിക്കണം. കാൽവരി വെളിപ്പെടുത്തപ്പെട്ട വേണ്ട. അല്ലെ വാക്കിനെ അവിശ്വസിച്ചപ്പോൾ ദൈവത്തിന്റെ വചനം അതുപോലെ വിശ്വസിക്കണം.
ഒന്നാം പടി കാൽവറിയിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവസ്നേഹത്തെ അംഗീകരിക്കുകയാണെങ്കിൽ, രണ്ടാം ചുവട് അവന്റെ വാചനം അതുപോലെ വിശ്വസിക്കണം. മൂന്നാം ചുവട് അവരെന്ത് കൽപ്പിച്ചാലും അത് ചെയ്യാൻ നമ്മളെ അവിടെ ദൈവസ്നേഹത്തെ സംശയിച്ച്, ദൈവത്തിന്റെ വാക്കുകളെ അവിശ്വസിച്ച്, ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് ദൈവത്തിൽ നന്യപ്പെട്ട് പാടുകയാണെങ്കിൽ, ഇവിടെ ഇതാ അതിന് നേരെ തിരിച്ച ചിത്രം. ദൈവസ്നേഹത്തെ കാൽവരിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവസ്നേഹത്തെ അംഗീകരിച്ച് പാപിയായ എന്റെ ദോഷം കണക്കിടാതെ എന്നെ അഥവാളത്തിൽ വിളിക്കുക, എന്റെ സ്ഥാനത്ത് എനിക്ക് വേണ്ടി ഒന്നും ആ സ്നേഹം ഞാൻ അംഗീകരിക്കുന്നു. രണ്ട്, അവന്റെ വചനം അതുപോലെ വിശ്വസിക്കണം. മറ്റൊരുത്തനും നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട വേറെ ഒരു നാളും പുത്രനെ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിച്ചാൽ ജീവനെ കാണുകയില്ല. ദൈവ കോപം വാദിക്കുന്നതേ ഉള്ളൂ. സ്തോത്രം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ഞാൻ മുഖാന്തരമല്ല, ആരും പിതാവായിരിക്കുന്നത്. സ്തോത്രം. ഈ സ്നേഹം അംഗീകരിക്കും. ഈ വചനം അംഗീകരിക്കും, വചനം വിശ്വസിക്കാം. മൂന്ന്, എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യാൻ നമ്മളെ വിശ്വസിക്കുന്നു എന്ന് പറയുകയും അവിശ്വാസം അനുസരണത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്യുന്നില്ലെങ്കിൽ വിശ്വസിക്കുന്നത് പറയുന്നതിൽ അർത്ഥമില്ല. ദൈവവചനം അനുസരിക്കുക. ഒന്നോ രണ്ടോ വാക്യമല്ല, ഒന്നോ രണ്ടോ കൽപ്പനകളല്ല, തിരുവഴുത്ത് അനുസരിക്കുക എന്ന് നമ്മൾ ഏൽപ്പിക്കും. നിങ്ങളെന്ത് ചോദിക്കും? വലിയ പ്രതീക്ഷ ഈ വചനം നമ്മൾ അനുസരിച്ചോട് ജീവിക്കാൻ ഈ നാട്ടിലൊന്നും നടക്കുകയില്ല. ഈ ആഴ്ച നാട്ടിൽ വേണ്ട സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ കഴിവിൽ പോകണ്ട, നമ്മുടെ കഴിവിൽ പോകണ്ട. കർത്താവ് എന്താ പറയുക? ഞാനാ വഴി, ഞാനാ സത്യം, ഞാനാ ജീവൻ. നമ്മുടെ ഭാഗത്തു നിന്നുള്ള നമ്മുടെ സമ്പൂർണ്ണമായിട്ട് സമർപ്പണമാണ്. ഈ വഴി പഠിപ്പിക്കുന്നതും വഴി ആയിത്തീരുന്നതും വ്യത്യാസമാണ്. വഴി പഠിപ്പിക്കുകയല്ല കർത്താവ് ചെയ്തത്. ഒത്തിരി ഗുരുക്കന്മാർ വന്ന് വഴി പഠിപ്പിച്ച മനുഷ്യനെ ഡു ഗുഡ് ആൻഡ് ബി ഗുഡ്, അഷ്ടാംഗമാർഗം എന്ന് വേണ്ട, റൈറ്റ് ഡിസിഷൻ, റൈറ്റ് തോട്ട്, റൈറ്റ് ഡിസൈഡ്, റൈറ്റ് പർപ്പസ് എന്ന് വേണ്ട, എല്ലാം വഴി കണ്ടുപിടിച്ചു ഓരോ കഴിക്കില്ല. കർത്താവ് ഒന്ന് വഴി പഠിപ്പിക്കുക, എല്ലായിരുന്നു വഴി ആയിത്തീരുകയായിരുന്നു. ഉദാഹരണം പറയാം. ഒരു പൊട്ടക്കണ്ണൻ ഒരു വലിയ പട്ടണത്തിൽ റെയിൽവേ സ്റ്റേഷനിലിറങ്ങി. അവിടെ പറഞ്ഞു നിൽക്കട്ടെ, അവിടെ നിൽക്കുന്ന ഒരാൾക്ക് എനിക്ക് അന്തരെ സഹായിക്കുന്ന ആ ഓഫീസ് ഉണ്ടല്ലോ, അവിടേക്ക് പോകാനാ. ഡയറക്ടറേറ്റ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ ഡിസേബിൾ. എനിക്ക് അവിടേക്കൊന്ന് പോകാനാ. ഒന്ന് വഴി പറഞ്ഞേ. നിങ്ങൾ നിൽക്കുന്നത് ഇപ്പൊ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ നിൽക്കണ്ടേ? നിങ്ങൾ ഈ റോഡ് അങ്ങനെ ക്രോസ് ചെയ്യുക. റോഡ് ക്രോസ് ചെയ്ത് വലത്തോട്ട് തിരിഞ്ഞ് നേരെ നടക്കുക. അടുത്ത കവലയിൽ ഇടത്തോട്ട് പോവുക. അതിനടുത്ത കവലയിൽ പിന്നെ ഇടത്തോട്ട് പോവുക. അതിനടുത്ത കവലയിൽ വലത്തോട്ട് തിരിയുക. പിന്നെ അടുത്ത കവലയിൽ ഇടത്തോട്ട് തിരിഞ്ഞ് ക്രോസ് ചെയ്ത് കയറുന്നതാണ്. അതാണ് എന്ന് പറഞ്ഞാൽ പഠിച്ചോ, കാണാപ്പാടം പഠിപ്പിച്ചു വിചാരിക്കുക. ക്രോസ് ചെയ്യണം, വലത്തോട്ട് തിരിയണം, ഇടത്തോട്ട് തിരിയണം, ഇടത്തോട്ട് എല്ലാം പഠിക്കും. എന്തോ പോകണം, ഇത്ര പോവാം. എപ്പോ 1 കിലോമീറ്റർ കഷ്ടേ ഉള്ളൂ. ഈ പൊട്ടക്കണ ജില്ലയിൽ. എന്നാൽ ഇത് കേട്ടിരുന്ന ഒരാള് കഷ്ടം, ഈ പൊട്ടക്കണ്ണ എങ്ങനെ ചെല്ലും? കാരണം തോന്നിയിട്ട് കാരണം ഞാൻ കൊണ്ടുവിടാം, ഒന്നും പറയുന്നില്ല. ആ കയ്യെ പിടിച്ച് വരിക. റോഡ് ക്രോസ് ചെയ്യുക. അടുത്ത കവലയിട്ടത് ഇടത്തോട്ട് തിരിഞ്ഞു, അടുത്ത വലത്തോട്ട് തിരിഞ്ഞു. ഈ വളർത്തിരുവെല്ലാം തിരിച്ചു തിരിച്ചിട്ട് ആ പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവിടുമ്പോൾ അവിടെ റിസപ്ഷൻ എനിക്ക് ഞാൻ കൊണ്ടുവിട്ട് ആളിന്റെ കയ്യെ പിടിച്ചോണ്ട് പൊട്ടക്കങ്ങനെ പറയാ, ദേഹമാണ് എന്റെ വഴി. ആദ്യത്തെ ആൾ വഴി പഠിപ്പിച്ചു, രണ്ടാമത്തെ ആൾ വഴിയായി തീർന്നു. കർത്താവ് പറഞ്ഞത് വഴി പഠിപ്പിക്കാമെന്നല്ല, വഴി പഠിപ്പിക്കാമെന്നല്ല,
അതാ എന്റെ കയ്യിലേക്കുണ്ടോ. കണ്ടുപിടിച്ചു പോകാൻ കഴിയുമെന്ന് വിചാരിച്ചല്ല കർത്താവിനെ ചിന്തിക്കാൻ ഇറങ്ങിയത്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ കൈകൾ അവന്റെ കൈകളിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു പ്രതിസന്ധിയിലും തളരാതെ നിങ്ങളെ നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. ഒരിക്കലും കഴിയാത്തൊരു കാര്യം ദൈവം മനുഷ്യനോട് പറയില്ല. If God expects us to fly, He will definitely give us wings. Okay. If God expects us to do certain things, He will definitely give the provision. And the provision ചെയ്യാതെ ഒന്നും നമ്മുടെ ആവശ്യമില്ല. കാൽവറിയിൽ വെളിപ്പെടുത്തുന്ന ദൈവസ്നേഹത്തെ നമുക്കൊന്ന് അംഗീകരിച്ചിട്ട് പറയാം. അവന്റെ വചനോടുകൂടെ വിശ്വസിക്കാം. അവനെന്ത് കൽപ്പിച്ചാൽ അത് ചെയ്യാനുള്ള ഒരു സമർപ്പണം ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നെ. എങ്കിൽ നമുക്ക് തിരിച്ച് ആ പരതി താഴ്ചയിലേക്ക് പുനഃപ്രവേശിക്കാം. കർത്താവിനോടുള്ള കൂട്ടായ്മ കേൾക്കാറില്ല. സ്തോത്രം. അതിന്റെ ദൈവമായ കർത്താവ് ഭാഗ്യം തന്നവർക്കായി കർത്താവിനെ കുറിച്ച് നിങ്ങളുടെ കൈകൾ അവരുടെ കൈകളിലാണോ? സ്തോത്രം. ഇതൊരു പാട്ടുണ്ട്, അതേ പാട്ടാം. Put your hands in the hands of the man from Galilee. Put your hands in the hands of the man from Galilee. ഗലീലയിൽ നിന്നുള്ള ആ മനുഷ്യന്റെ കൈകളിലേക്ക് നിന്റെ കൈകളിൽ കൊടുക്കും. സ്തോത്രം. എന്റെ ഹൃദയത്തിൽ ഒരു സന്തോഷം. കർത്താവിന്റെ ആ ഗൈഡൻസ്, the warmth of his caring hand. സ്തോത്രം. അവന്റെ ആ നടത്തുന്ന സ്നേഹമുള്ള കൈകളുടെ ഊഷ്മത ജീവിതപാതയിൽ അനുഭവിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് സന്തോഷമായി ധൈര്യമായി ജീവിക്കാൻ നിങ്ങൾ നിങ്ങളുടെ കൈകൾ അവന്റെ കൈകളിലേക്ക് കൊടുക്കുന്നത്. കർത്താവ് നിങ്ങളെ തീർച്ചയായി നടത്തും. ഈ രാത്രികൾ നമ്മുടെ കടയിലുണ്ട്, നമ്മുടെ കണ്ണുകൾ നമുക്കുണ്ടാണ്. അവന്റെ കൈകളിലേക്ക് നമ്മുടെ കൈകൾ ഒന്ന് ഏൽപ്പിച്ചു കണ്ടത് നയിക്കട്ടെ.